ഓക്കെ വന്നു പ്രഭുജി ലൈവ് വന്നു. ഓക്കെ ഹരേഷ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകീ മുഖം കരോതി വാചാലം പങ്കും ലംഘയേതേ ഗിരി കൃപതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരുദീനതാരിണം ശ്രീചൈതന്യമീശ്വരം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യം മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം തദാ ദിശഭാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംസ ശ്രീരൂപം സാഗരജാതം സഹന രഘുനാഥാനിധം തം സജീവം സാദൈവം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹന ലളിതാ ശ്രീവിശാഖാനിം താംസ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരേ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വഞ്ചകൽപതരൂപേച്ഛ കൃപാസിന്ധുഭ്യേവ ച പതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ നമസ്തേ സാരസ്വദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭാതിക്ക് ജഗുദേവിക്ക് ജനതകോടി വൈഷ്ണവ ഭക്തർക്ക് ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്യാം. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് എടുക്കാം അല്ലെ? ആരെങ്കിലും നോക്കിയിട്ടുണ്ടായിരുന്നോ ക്വസ്റ്റ്യൻ? പകുതിയൊക്കെ കിട്ടിയുള്ളൂ പ്രഭുജി. ഓക്കെ നമുക്ക് നോക്കാം, കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് എഴുതിയവര് ഒന്ന് വായിക്കാവോ? തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുള്ളവര് ഒന്ന് വായിച്ചോ, തുടങ്ങിക്കോ. ഹരേ കൃഷ്ണ. വേദം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഹരേ കൃഷ്ണ. ആ ശരി. ആരെ വായിക്കുന്നത്? ആരെ വായിക്കുന്നത്? നിഷ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ബാക്കിയുള്ളവരൊന്നും മൂട്ടിലിരിക്കുക, അല്ലെങ്കിൽ ആകെ ഇതാവും. ഹരേ കൃഷ്ണ. ആ ശരി. വേദം എന്താണ് അർത്ഥമാക്കുന്നത്? അറിവ്. അറിവ് അല്ലേ? ബ്രഹ്മാവിന് കാണുന്ന 4 ന്യൂനതകൾ എന്തെല്ലാമാണ്? പറ്റേ വേദം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് അല്ലെ? അറിവ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതാം. ആത്മീയമായിട്ടും ലൗകികമായിട്ടുള്ള എല്ലാ അറിവിന്റെയും ഉറവിടം, അതാണ് വേദം എന്ന് പറയുന്നത്. കുറച്ചും കൂടെ അറിവ് എന്ന് പറയുമ്പോ കുറച്ചും കൂടെ നമ്മളെ രീതിയിൽ എഴുതുമ്പോ ലൗകികമായിട്ടുള്ളത് ആത്മീയമായിട്ടുള്ള എല്ലാ അറിവിന്റെ ഉറവിടാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ഹരേ കൃഷ്ണ. അടുത്തത് ബന്ധാത്മാവിന് കാണുന്ന 4 ന്യൂനതകൾ എന്തെല്ലാം? തെറ്റ് പറ്റുന്നു, മായയ്ക്ക് വംശവദനാകുന്നു, ചതിക്കാനുള്ള പ്രവണത, അപൂർണമായ ഇന്ദ്രിയങ്ങൾ എന്നിങ്ങനെയാണ് ബന്ധാത്മാവിന്റെ 4 ന്യൂനതകൾ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ അല്ലെ? അതായത് ഒന്ന് തെറ്റ് പറ്റുന്നു, പിന്നെ ചതിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും, പിന്നെന്താണ് ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്, പിന്നെ ഒന്നുകൂടെ പറഞ്ഞെന്താ? മായയ്ക്ക് വംശവദനാകുന്നു. മായയ്ക്ക് വംശവദനാകും. അപ്പൊ 4 കാര്യങ്ങൾ. ഹരേ കൃഷ്ണ. പിന്നെ അടുത്തുള്ള എന്തെങ്കിലും പോയിന്റ്സ് വ്യത്യാസമൊക്കെ പതുക്കെ മതി ഹരേ കൃഷ്ണ.
രേഷ്ണ പതുക്കെ പറഞ്ഞോളൂ, സ്പീഡ് കൂട്ടണ്ട. അപ്പൊ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് എഴുതാത്തവര് നോട്ട് ചെയ്യാത്തവര് നോട്ട് ചെയ്യാ. പിന്നെ അതിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ നമ്മ പറഞ്ഞതിലും വ്യത്യാസമായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോയിന്റ് ആയിരിക്കും കൂടുതൽ, ചിലപ്പോൾ കൂടുതൽ കറക്റ്റ് ആയിട്ട് വരാം. അപ്പൊ അത് നമ്മൾ പറയാം, അത് കുഴപ്പമൊന്നുമില്ല. വേദങ്ങളുടെ മറ്റൊരു പേര് ശ്രുതിഗ്രന്ഥങ്ങൾ. ശ്രുതി ഗ്രന്ഥങ്ങൾ അല്ലെ, ശ്രുതി അല്ലെ. ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശ്രുതി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്താണ് ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് സാധാരണ നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രവണം അല്ലെ. ശ്രവണം, ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രവണം. അപ്പൊ വേദങ്ങൾ മറ്റൊരു പേര് ശ്രുതി. അപ്പൊ നമ്മൾ കേട്ടിട്ട് വേണം അത് പഠിക്കേണ്ടത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ശ്രവണം എന്നാ പറയുന്നത്. ഗുരുവിൽ നിന്ന് ആരൊക്കെന്ന് കേൾക്കണം? അത് ഗുരുവിൽ നിന്ന് കേൾക്കണം. നമ്മള് ഗുരുവിൽ നിന്ന് കേൾക്കണം. ഗുരുവിൽ നിന്ന് കേട്ടാലേ നമുക്ക് വേദങ്ങൾ പഠിക്കാൻ കഴിയുള്ളൂ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അടുത്തത് എന്താ? വൈദിക ജ്ഞാനത്തെ ശബ്ദപ്രമാണം എന്ന് വിളിക്കാൻ കാരണം എന്ത്? വേദജ്ഞാനം ദൈവികമായി ശ്രവണമാർഗം ലഭിച്ചതും ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ സത്യങ്ങളെ വെളിപ്പെടുത്തുന്നതുമായതിനാലാണ് ശബ്ദപ്രമാണം എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ പറയാം. അല്ലെങ്കിൽ തന്നെ നമ്മളെ ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടാൻ പറ്റുന്നതല്ല വൈദികമായിട്ടുള്ള ജ്ഞാനം. നമ്മളെ സാധാരണ നമ്മളെ ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടാൻ കഴിയുന്നതല്ല എന്ത്, നമ്മളെ വൈദിക ജ്ഞാനം. അത് കാരണം കൊണ്ടാണ് അതിനെ ശബ്ദപ്രമാണം എന്ന് പറഞ്ഞത്. അത് നമ്മൾ ഇന്ദ്രിയങ്ങൾ. അപ്പൊ അതെന്താണ്? ആ രൂപം എന്ന് പറയുമ്പോൾ ശബ്ദരൂപത്തിൽ ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടി ആയിരിക്കണം നമുക്കത് കിട്ടേണ്ടത്. അപ്പൊ ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ പകർന്നു നടക്കാണ്. അപ്പൊ ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നു. അതാണ്. അപ്പൊ ഒരു ഗുരുവിൽ ഗുരു ടു ശിഷ്യ, ഗുരു അങ്ങനെ പോവാണ്. അതാണ് വൈദികജ്ഞാനത്തെ ശബ്ദപ്രമാണം. ഗുരുവിൽ നിന്ന് ശിഷ്യന്മാർക്ക്, വേറെ അപ്പുറത്തേക്കും കടക്കൂല. ഗുരു ടു ശിഷ്യൻ. അപ്പൊ ശിഷ്യന്മാരായി ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ, അതായത് വൈദികജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ വൈദികജ്ഞാനം കിട്ടുള്ളൂ. ആ വ്യക്തിനെ ഗുരു ശിഷ്യനായിട്ട് അംഗീകരിക്കുള്ളൂ, എല്ലാവർക്കും കിട്ടില്ല എന്നാണ് അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടാവുന്നതല്ല ഏത് വൈദിക ജ്ഞാനം. അത് ഗുരു ശിഷ്യ രൂപത്തിലൂടെയാണ് അത് ലഭിക്കുക. ഓക്കെ, അതുകൊണ്ട് അതിനെ ശബ്ദപ്രമാണം എന്ന് പറയുന്നത്. പ്രഭുജി നേടാൻ കഴിയുന്നതെല്ലാം കഴിയുന്നതല്ല എന്താണ്? ഇന്ദ്രിയം കൊണ്ട് ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടാൻ കഴിയില്ല വൈദിക ജ്ഞാനം, കഴിയില്ല. അത് നമ്മള് ഗുരു പറയുമ്പോൾ നമ്മ കേൾക്കുന്ന വെച്ച് കഴിഞ്ഞാല് കേൾവിയല്ല ചെയ്യണത്, ശരിക്കും സംഭവിക്കുന്നത് നമ്മളെ ഹൃദയത്തിലേക്കാണ് ഗുരു തരുന്നത്. നമ്മൾ ശ്രവണം എന്ന് പറഞ്ഞാലും ആ ശ്രവിച്ചു കഴിഞ്ഞാല് നമ്മൾ ഉള്ളിലേക്കാണ് കടക്കുന്നത്. അതായത് സാധാരണ ഇന്ദ്രിയങ്ങൾ, നമ്മൾ സാധാരണ ശ്രവണത്തെ പോലെ നമുക്ക് ഭഗവാന്റെ നാമങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ശ്രവിക്കും നമ്മള്. ശ്രവണം എന്ന് പറഞ്ഞ് വെറുതെ കേട്ട് അപ്പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ചുറ്റും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അതല്ല ശ്രവണം. ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയത്തിലേക്ക് കടക്കണം. ഓക്കെ, അടുത്തത്. ഒരു ആധ്യാത്മിക ഗുരുവിന് വേണ്ട യോഗ്യതകൾ എന്തെല്ലാം? അതായത് വേദങ്ങളും ഉപനിഷത്തുക്കളും പോലുള്ള ശാസ്ത്രങ്ങളിൽ ഗ്രഹണമായ അറിവുണ്ടായിരിക്കണം. ബ്രഹ്മസത്യത്തിൽ അനുഭവപരമായ ഉയർച്ച നിലപാടും ആത്മസാക്ഷാത്കാരം ഉള്ളവനായിരിക്കണം. ബ്രഹ്മനിഷ്ഠ ഉണ്ടായിരിക്കണം. ഇതാണ് ഗുരുവിന് വേണ്ട 2 യോഗ്യതകൾ. 2 അല്ല, സാധാരണ മെയിനായിട്ട് 3 യോഗ്യതകൾ എന്ന് പറയാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ശാസ്ത്രങ്ങളില്, വൈദിക ശാസ്ത്രങ്ങളില് നല്ല നോളജ് ഉണ്ടായിരിക്കണം. അതായത് എല്ലാ ഗ്രന്ഥങ്ങളും പറ്റി ശരിക്കും ഐഡിയ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. ശാസ്ത്രീയമായ വൈദിക ജ്ഞാനങ്ങളില് ജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം. വൈദിക ശാസ്ത്രങ്ങളിൽ ജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം. 1. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. ഭഗവാനിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. 3 എന്ന് പറയുമ്പോൾ ഒരു അംഗീകൃത ഗുരു പരമ്പരയിൽ പെട്ട ആളായിരിക്കണം. ഒരു അംഗീകൃത ഗുരു പരമ്പരയിൽ പെട്ട ആളായിരിക്കണം. 3 കാര്യങ്ങളാണ് ഒരു ആധ്യാത്മിക ഗുരുവിന് വേണ്ടത്. 1, ശാസ്ത്രീയ വൈദിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അതിയായ ജ്ഞാനം ഉണ്ടായിരിക്കണം. 2, ഭഗവാനിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. 3 എന്ന് പറഞ്ഞത് ഒരു അംഗീകൃത ഗുരു പരമ്പരയിൽപ്പെട്ട വ്യക്തിയായിരിക്കണം.
ഓക്കെ. ആറാമത്തെ ക്വസ്റ്റ്യൻ, തുടക്കത്തിൽ ഒരു വേദം മാത്രം ഉണ്ടായിരുന്നതിനെ 4 വേദങ്ങളായി തിരിച്ചത് ആരാണ്? എന്തുകൊണ്ട്? അവ ഏതെല്ലാം? അത് എഴുതിയത് എങ്ങനെയാണ്? മഹർഷി വേദവ്യാസരാണ് 4 വേദങ്ങളായി തിരിച്ചത്. എന്തുകൊണ്ട് ചോദിച്ചതിന് പറഞ്ഞത് എന്താണ്? മനുഷ്യരുടെ ആയുസ്സും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കുറഞ്ഞു പോകുന്നതുകൊണ്ട്. കലിയുഗിലെ ജനങ്ങൾക്ക് വേദജ്ഞാനം എളുപ്പത്തിൽ പഠിക്കാനും ഗ്രഹിക്കാനും വേണ്ടിയാണ് വേദത്തെ 4ആയി വിഭജിച്ചത്. അത് യജുർവേദം, സാമവേദം, അഥർവവേദം. 4 വേദങ്ങൾ ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പൊ പറഞ്ഞു വരുന്ന പോയിന്റ് ശരി തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ രീതിയിൽ വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? എഴുതിട്ടില്ലേ? എല്ലാവരും ഒന്ന് എഴുതാൻ ശ്രമിക്കണം. നമ്മളെ ബുക്ക് നോക്കിയിട്ട് എഴുതാൻ ശ്രമിക്കണം കേട്ടാ. ബുക്ക് നോക്കിയിട്ട് കുറച്ച് പോയിന്റ്സുകൾ നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് എന്താണ്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇടണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ബുക്ക് നോക്കാൻ വേണ്ടിയാണ്. ആ ബുക്ക് അല്ലെങ്കിൽ നമ്മളെ ക്ലാസ് നോക്കിയിട്ട് അതിൽ നിന്ന് പോയിന്റ്സ് എടുക്കുക. അപ്പൊ എന്താണ്, റിവിഷൻ പോലെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറും ക്വസ്റ്റ്യൻ ആൻസർ പോലെയാവും. സ്ലൈഡ് നോക്കിയിട്ട് എഴുതാ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ എന്താ പറയാ, ബുക്ക് നോക്കിയിട്ട് എഴുതാം. അപ്പൊ എന്താണ്, ബുക്കായിട്ട് നമ്മളൊന്ന് പഠിക്കും, ഒന്ന് വായിക്കും, അതിനു വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ബുക്ക് വായിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെന്താണ്, വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാസ് കംപ്ലീറ്റ് ഒരേ ലൈൻ ബൈ ലൈൻ വെച്ച് വായിച്ചാൽ പോകാൻ പറ്റില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മള് ചില പോയിന്റ്സുകൾ ഇൻ അഡീഷൻ കവർ ചെയ്ത് പോകും. അതായത് നമ്മള് രണ്ടും കൂടി, സ്ലൈഡും നമ്മൾ ക്ലാസ് എടുക്കുന്ന ക്ലാസ്സും പ്ലസ് ഈ ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ആകുമ്പോൾ ഏകദേശം ബുക്കിന്റെ കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. അപ്പൊ എല്ലാവരും ബുക്ക് വായിക്കുകയും ചെയ്യും, നമ്മൾ പറഞ്ഞ പോയിന്റ് കിട്ടുകയും ചെയ്യും, പ്ലസ് നമ്മൾ വായിക്കാനുള്ള ഒരു പ്രവണത ബുക്കിൽ നിന്ന് കിട്ടും. അതാണ്, ബുക്കും വായിക്കണം, സ്ലൈഡും കാണണം, ക്വസ്റ്റ്യൻ ആൻസറും ചെയ്യണം. അപ്പോഴേ പരിപൂർണ്ണതയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യമില്ല, നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പൊ 2 കാര്യമാണ് വേദം കൊണ്ട് ഉദ്ദേശിച്ചത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസദേവനാണ് അത് ചെയ്തത്, തിരിക്കുകയാണ് ചെയ്തത്. പല വേദങ്ങൾ ഉണ്ടായത്, പലത് തിരിക്കുക ചെയ്തത്. അതില് 4 വേദങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 4 വേദങ്ങൾ ഉണ്ടെന്നറിയാം. കാരണം വീണ്ടും അത് തിരിച്ച് അതേവരെ ശ്രുതിയായിരുന്നു അല്ലേ. പിന്നെന്താണ്, വേദങ്ങൾ തിരിച്ച് എഴുതാൻ കാരണം എന്താണ്, അടുത്ത കലിയുഗത്തില് സാധാരണ ജനങ്ങൾക്ക് ഇത്രയധികം ബുദ്ധിശക്തി ഇല്ല. ഇത് കേട്ട്, കാരണം ഒരു ഗുരു ശിഷ്യ പരമ്പരയിൽ തന്നെ കേൾവി മാത്രമേ ഉള്ളൂ. കേൾക്കും തോറും കേട്ടപ്പോ തന്നെ ആ ശിഷ്യനെല്ലാതെ മനസ്സിലാവും, അവൻ പഠിച്ചിട്ടുണ്ടാവും, ബൈഹാർട്ടായിട്ടുണ്ടാവും. നമുക്കത് പറ്റില്ല. നമുക്ക് ഈ സ്ലൈഡിന് അപ്പുറത്തെ സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ സ്ലൈഡിൽ എന്ത് പറഞ്ഞ് നമുക്ക് ഓർമ്മയില്ല അല്ലെ. നമ്മുടെ അവസ്ഥ തന്നെ നോക്കിയാൽ മതി. ഇത് ഓരോ വർഷം കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കും. പണ്ട് കാലത്ത് അറ്റ്ലീസ്റ്റ് ഫോൺ നമ്പറെങ്കിലും ഓർമ്മയുണ്ട്. ഇപ്പൊ ആരെങ്കിലും നമ്മുടെ ഫോൺ നമ്പർ തന്നെ ഓർമ്മയുണ്ട്? നമുക്ക് ആരെങ്കിലും നമ്മളെ ഫോൺ നമ്പർ പിന്നെ ഓർമ്മയുണ്ടാവും. കാരണം പലയിടത്തും ചോദിക്കുന്ന ആരണമുണ്ട്, മനസ്സിലായി. നമ്മളെ ക്ലോസ് റിലേറ്റഡ് ആരെങ്കിലും ഫോൺ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ പോയി. അപ്പൊ അതിങ്ങനെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കലിയുഗത്തിന്റെ പ്രത്യേകത ആണെന്ന് പറയുന്നത്. കാരണം കലിയുഗത്തിൽ മനുഷ്യന് എന്താണ്, ബുദ്ധിശക്തി, ഓർമ്മശക്തി ഒക്കെ വളരെയധികം കുറവായിരിക്കും. അപ്പൊ അത് കാരണം കൊണ്ടാണ് തിരിച്ച് എഴുതിയിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്നിട്ട് ശ്രുതി പതുക്കെ കട്ടായി എഴുത്തിലേക്ക് വന്നു. ഓക്കെ, അടുത്തത് ദ്വിജബന്ധു എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ധ്വജം എന്ന് പറഞ്ഞാൽ കൊടിയല്ലേ, അപ്പൊ പ്രധാന അടയാളം എന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ദ്വിജബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ ദ്വിജബന്ധു? ബ്രാഹ്മണ കുലത്തിൽ യോഗ്യതകൾ നേടാതെ പോയവര്. അതെ. അതായത് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് അല്ലെങ്കിൽ ഉയർന്ന കുലങ്ങളിൽ ജനിച്ചിട്ടും ആ കുലത്തിന്റെ യോഗ്യത ഇല്ലാത്ത വ്യക്തിനെ ദ്വിജബന്ധു എന്ന് പറയണം. അപ്പൊ ദ്വിജബന്ധു കഴിഞ്ഞ് ആ വ്യക്തി, അപ്പൊ ഏത് കുലത്തിലാണ് ജനിച്ചാലും ആ കുലത്തിന്റെ ഗുണം കാണിക്കില്ല ആ വ്യക്തി. അപ്പൊ പ്രത്യേകിച്ച് പറയുന്നത് ബ്രാഹ്മണത്തിലെ കുലം. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോ ആ കുലത്തിന്റെ പ്രത്യേകതകൾ ഉണ്ടല്ലോ. ആ കുലത്തിന് അല്ലെങ്കിൽ ക്ഷത്രിയ, വൈശ്യർ ഏതാണെങ്കിലും ആ കുലത്തിന്റെ സ്വഭാവം കാണിക്കാത്ത വ്യക്തി. ബ്രാഹ്മണ കുലത്തിന് ബ്രാഹ്മണന്റെ കുലം കാണിക്കണം. അതാണ് ശരിക്കും 2ാം ജന്മം എന്നുള്ള ഉപനയനം നമ്മൾ ചെയ്യുന്നത്. ദ്വിജബന്ധു എന്ന് പറയുമ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കുലത്തിൽ ജനിച്ചാലും ആ കുലത്തിന്റെ യോഗ്യത ഇല്ലാത്ത വ്യക്തി, അതിനെ ദ്വിജബന്ധു എന്ന് പറയും.
ദ്വിജബന്ധു എന്നാൽ ഉന്നത കുടുംബങ്ങളിൽ ജാതരായിട്ടും ഉചിതമായ യോഗ്യതകൾ നേടാനാവാത്ത പോയവരാണെന്ന് എഴുതിയിട്ടുള്ളത്. അത് മതി കറക്റ്റാ. ഉന്നത കുലം എന്ന് പറഞ്ഞാൽ മതി. അതായത് നമ്മൾ സാധ്യഗുണത്തിൽ എത്തുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടണത്. ഉന്നത കുലജാതകർ എന്ന് എഴുതിയാൽ മതി. അത് ഉന്നത കുലത്തിൽ ജനിച്ചിട്ടും അതിൽ താല്പര്യമില്ലാതിരിക്കുക, ആ യോഗ്യത ഇല്ലാതിരിക്കുന്നവനെ ദ്വിജബന്ധു എന്ന് പറയുന്നു. അടുത്തത് വായിച്ചോളൂ. എന്തുകൊണ്ടാണ് വേദവ്യാസൻ ശ്രീമദ് ഭാഗവതം രചിക്കാൻ ഇടയായത്? ഭഗവാന്റെ ശുദ്ധഭക്തി ലോകത്തിന് പൂർണ്ണമായി വെളിപ്പെടുത്തുവാനായി നാരദ മുനിയുടെ നിർദ്ദേശപ്രകാരവും കൃപയും കൊണ്ടാണ് വേദവ്യാസൻ ശ്രീമദ് ഭാഗവതം രചിക്കാൻ ഇടയായത്. വേറെ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തി എഴുതിയിട്ടുണ്ടോ? വ്യാസദേവൻ സ്വയമേവ പൂർണ്ണ വേദാന്ത വ്യാഖ്യാനമായി ആയിട്ടാണ് ശ്രീമദ് ഭാഗവതം രചിച്ചിട്ടുള്ളതാണെന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതിൽ കൂടെ ഒരു പോയിന്റും കൂടെ എഴുതണം. അത് മാതാജി പറഞ്ഞത് ശരിയാണ്. വേദാന്ത സൂത്രത്തിന്റെ പൂർണ്ണ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. അദ്ദേഹം അതിന് രചിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, അദ്ദേഹം എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളും രചിച്ചിട്ട് വേദങ്ങളും പുരാണങ്ങളും വേദസൂത്രങ്ങളും രചിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സംതൃപ്തി വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരമാണ് ആത്മീയ സംതൃപ്തി, നമ്മൾ അൾട്ടിമേറ്റ് ഒരു ആനന്ദം നമുക്ക് ലഭിക്കണം. ആ ആനന്ദത്തിന് വേണ്ടിയാണ് ശരിക്കും വ്യാസദേവൻ വേദസൂത്രത്തിന്റെ വ്യാഖ്യാനമായിട്ടുള്ള രീതിയിൽ ശ്രീമദ് ഭാഗവതം രചിച്ചത്. ഹരേ കൃഷ്ണ പ്രഭുജി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. മഹർഷി വേദവ്യാസൻ വേദങ്ങൾ വിഭജിച്ചു. ഉപവേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആര്യണ്യകങ്ങൾ, ഉപനിഷത്തുകൾ രചിച്ചു. ഭഗവത്ഗീത ഉൾപ്പെടെ 18 പുരാണങ്ങളും സമ്പാദിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് ഹൃദയത്തിലെ അസന്തോഷം മാറിയില്ല. അതുകൊണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്. മതി. അതായത് ഇത്രേ ഉള്ളൂ, മെയിൻ പോയിന്റ് ഇത്രേ ഉള്ളൂ. എല്ലാതും രചിച്ചിട്ട് വ്യാസദേവന് സന്തോഷം ലഭിക്കണില്ല. അപ്പൊ സന്തോഷം ലഭിക്കാൻ വേണ്ടി വ്യാസദേവന്റെ ഗുരുവായ നാരദ മഹർഷി പറയാണ്, നീ ഭഗവാനെ പറ്റി ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കാൻ പറയാണ്. അങ്ങനെയാണ് അത് എഴുതുന്നത്. അതാണ് ആ രണ്ട് കണ്ടന്റ്. ഒന്ന് ആ സന്തോഷത്തിന് വേണ്ടിയും, പിന്നെ അത് ആദ്യം ചോദിച്ചപ്പോ സന്തോഷം ഇല്ലായ്മ. അപ്പൊ സന്തോഷം ഇല്ലായ്മയിൽ നിന്ന് സന്തോഷത്തിലേക്ക് കടക്കാൻ വേണ്ടി ആ രണ്ട് പോയിന്റാണ് അതിൽ വരേണ്ടത്. അടുത്തത് വേദാന്ത സൂത്രം എന്നാൽ എന്താണ്? അതായത് ഉപനിഷത്തുക്കളെ തത്വസാരം സൂത്രരൂപത്തിൽ അവതരിപ്പിച്ച ഗ്രന്ഥമാണ് വേദാന്ത സൂത്രം. സകല വൈദിക ജ്ഞാനത്തിന്റെയും സംഗ്രഹമാണ് വേദാന്ത സൂത്രം എന്നാണ് എഴുതിയിട്ടുള്ളത്. സകല വൈദിക ജ്ഞാനത്തിന്റെയും സംഗ്രഹമാണ് വേദാന്ത സൂത്രം. ബുക്കിൽ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. അത് ശരിയാണ്. നമുക്ക് കുറച്ചും കൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ വേദത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വേദത്തിൽ പല സൂത്രങ്ങളുണ്ട്, ഒരെണ്ണല്ല. അപ്പൊ എല്ലാതും കൂടെ ഒന്നായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ അഹം ബ്രഹ്മാസ്മി, തത്തമസി, അദോദ ബ്രഹ്മജ്ഞാസ, ഇങ്ങനെ പറഞ്ഞിട്ട് അനവധി ലൈൻസുകൾ കാണാം. ഇതിനൊക്കെ നമ്മൾ സൂത്രങ്ങൾ എന്ന് പറയും. അപ്പൊ വേദജ്ഞാനത്തിലെ വേദത്തിന്റെ ജ്ഞാനത്തെ ചുരുങ്ങിയ വാചകങ്ങൾ, അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നതിന് ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളതിനാണ് സൂത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ക്രോഡീകരിച്ചുള്ള ഗ്രന്ഥമാണ് എന്താണ് വേദാന്ത സൂത്രം. സംഗ്രഹം. അതെ, വൈദികജ്ഞാനം. അത് കുറച്ചും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് അതായത് നമ്മൾ വിചാരിക്കും വേദത്തിന് എല്ലാത്തിനും കൂടെ ഒരു ഷോർട്ട് കട്ട് അല്ല. വേദങ്ങളിൽ ഉള്ള പല പല കാര്യങ്ങളിലെ ചില ഷോർട്ട് കട്ടുകൾ. ഇത് ശരിയല്ലേ പ്രഭുജി? ഹരേ കൃഷ്ണ പ്രഭുജി. ഉപനിഷത്തുക്കളുടെ തത്വസാരം സൂത്രരൂപത്തിൽ അവതരിപ്പിച്ച ഗ്രന്ഥമാണ് വേദാന്ത സൂത്രം. അങ്ങനെ തെറ്റാണോ? തെറ്റെന്നല്ലാതെ, അതായത് ഇപ്പൊ ഉപനിഷത്തുകളിൽ ഓരോ ഉപനിഷത്തിനും ഓരോ രീതിയിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ ഒരു ബ്രഹ്മസൂത്ര വാക്യാണത്. മനസ്സിലായില്ലേ? അത് മറ്റേ അദോദ ബ്രഹ്മജിജ്ഞാസ, അതും ഒരു ഉപനിഷത്ത് വാക്യാണ്. ഓം തത് സത്, അതൊക്കെ എന്താണ്? സൂത്രങ്ങളാണ് ശരിക്കും. അപ്പൊ നമുക്ക് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയ വാചകങ്ങളിൽ വേദങ്ങളിലെ ജ്ഞാനങ്ങളെ, അപ്പൊ വേദങ്ങൾ മുഴുവൻ ജ്ഞാനത്തിനടുത്തില്ല, വേദങ്ങളിലെ ജ്ഞാനങ്ങളെ ഒരു സെക്ഷൻ, 2 സെക്ഷൻ, ഒരു വലിയൊരു ഇപ്പൊ വേദങ്ങളിൽ ഒരു 18,000 ശ്ലോകം ഉണ്ടെങ്കിൽ ഒരു 100 ശ്ലോകം 200 ശ്ലോകത്തിന് ഒന്നിച്ച് കംപ്രസ് ചെയ്തിട്ട് ഒരൊറ്റ ശ്ലോകമാക്കാം. അതാണ് വേദാന്ത സൂത്രം. ബ്രഹ്മം അഥവാ നിരപേക്ഷ സത്വമാണ് വേദസൂത്രം. ബ്രഹ്മം അഥവാ
നിരപേക്ഷ സത്യമാണ്. നിരപേക്ഷ സത്യത്തിന് പറയാൻ പറ്റില്ല വേദാന്ത സൂത്രം. അതല്ല, ഇതാണ് കറക്റ്റ്. വേദങ്ങളുടെ ജ്ഞാനത്തെ ചുരുങ്ങിയ വാചകങ്ങളിൽ പറയുന്നതാണ് വേദാന്ത സൂത്രം. ജ്ഞാനങ്ങളെ, ജ്ഞാനത്തെ അല്ല, ജ്ഞാനങ്ങളെ, ബഹുവചനം. ഞാൻ എഴുതിയത് മാറി. പ്രബന്ധം എഴുതിയത് ഞാൻ എഴുതിയതേ ആ സത്യത്തെ വണങ്ങുന്നു, ഇതിന്റെ വ്യാഖ്യാനമായാണ് ഭാഗവതം. വൈദിക ജ്ഞാനങ്ങളുടെയും ഇല്ല ഇതാ ശരിക്കും വേദങ്ങളുടെ ജ്ഞാനം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വേദത്തിൽ പല പല ജ്ഞാനങ്ങൾ ഉണ്ടാവും. അതില് കുറച്ച് ഞാൻ പറയില്ല, ഒരു 100 പേജിന്റെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്കിനെ നമ്മളെ 10 പേജ് ആക്കി ചുരുക്കാം. അതാണ് വേദാന്ത സൂത്രം എന്ന് പറയുന്നത്. പ്രഭുജി, ഞാൻ എഴുതിയത് ഇങ്ങനെയാ: വേദത്തെ എളുപ്പമാർഗത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്ത സൂത്രമാണ് വേദാന്ത സൂത്രം. ഇല്ല എളുപ്പമാർഗത്തിൽ കണ്ടുപിടിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനല്ല, അത് ശരിക്കും കണ്ടുപിടിക്കണം. ശരിയാണ്, മാതാജി പറഞ്ഞ പോയിന്റ് ശരിയാണ്. അത് മനസ്സിലാവണം. നമ്മൊരു സൂത്രം ഉപയോഗിക്കാൻ അറിയണവരായിരിക്കണം. അത് സൂത്രം എഴുതിയ ആൾക്കോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സൂത്രം എന്താണെന്ന് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ടീച്ചർ ഒരു ഷോർട്ട് നോട്ട് ക്ലാസ് എടുക്കാൻ വരുന്ന ടീച്ചർ വലിയൊരു ബുക്കിന്റെ ഷോർട്ട് നോട്ട് എഴുതിക്കൊണ്ട് നമുക്ക് കയ്യിൽ കൊണ്ടു തന്നിട്ട് നമുക്ക് മനസ്സിലാവില്ല. അത് ടീച്ചർക്ക് തന്നെ മനസ്സിലാവുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ടീച്ചറെ പോലെയുള്ള BSc പഠിച്ചില്ല ഏത് ടീച്ചറാണ് ആ ടീച്ചറിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഷോർട്ട് നോട്ട് മനസ്സിലാവുള്ളൂ. അതാണ് വേദാന്ത സൂത്രത്തിന്റെ പ്രോബ്ലം. അത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നത്. പ്രഭുജി, വേദത്തിന്റെ ജ്ഞാനങ്ങളെ ക്രോഡീകരിച്ചുള്ള ഗ്രന്ഥമാണ് വേദാന്ത സൂത്രം എഴുതിയ ക്രോഡീകരിച്ചുള്ള ഗ്രന്ഥം എന്ന് പറയാൻ പറ്റില്ല, മനസ്സിലേ? വാചകങ്ങള് പല ഇപ്പൊ പറഞ്ഞില്ലേ അഹം ബ്രഹ്മാസ്മി, അതൊരു വാചകല്ലേ? അതോത് ബ്രഹ്മ ജിജ്ഞാസ, അതും ഒരു വാചകമാണ്. അത് അങ്ങനെ പല വാചകങ്ങൾ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സൂത്രങ്ങളാണ്. അത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ അതിൽ ഒളിഞ്ഞു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു വിടും. അതായത് ബുദ്ധിയുള്ള, അതായത് അത് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് അതോത് ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ പിറകില് കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവും. നമുക്ക് അഹം ബ്രഹ്മാസ്മി, ഞാനും ബ്രഹ്മം തന്നെയാണ്, അവിടെ നിൽക്കും. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കൂല. അപ്പൊ അതിന് കഥ പറഞ്ഞു തരാണത്. ക്ലിയർ ആയത്? വേദങ്ങളിലെ ജ്ഞാനത്തെ ചുരുങ്ങിയ വാചകങ്ങളിൽ പറയുന്നതാണ് സംഗ്രഹം. വേദങ്ങളിലെ ജ്ഞാനത്തെ ചുരുങ്ങിയ വാചകങ്ങളിൽ പറയുന്നതിനാണ് സൂത്രങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേദാന്ത സൂത്രം എന്ന് പറയുന്നത്. കഴിഞ്ഞ ധ്യാനശ്ലോകം വ്യക്തമാക്കുക. അത് പിന്നെ നേരിട്ട് ആ ശ്ലോകവും അതിന്റെ അർത്ഥവും. പൂർണ്ണമിതം പൂർണ്ണമുദമുച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പരമദിവ്യ പുരുഷോത്തമൻ സത്യവും പൂർണ്ണവുമാകയാൽ അദ്ദേഹത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ പ്രതിഭാസിക പ്രപഞ്ചവും അതുപോലെ മറ്റുള്ളവയും പരിപൂർണമാണ്. പൂർണ്ണതയിൽ നിന്നും ഉണ്ടാകുന്ന എന്തും സ്വയം പൂർണ്ണങ്ങളാണ്. ഭഗവാൻ സമ്പൂർണനാകയാൽ അദ്ദേഹത്തിൽ നിന്നും അനേകം പൂർണ്ണങ്ങൾ ഉത്ഭവിച്ചാലും അവിടുന്ന് സമ്പൂർണനായി തന്നെ അവശേഷിക്കുന്നു. അത് ധ്യാനം ശ്ലോകം തന്നെ, ധ്യാനമന്ത്രം തന്നെ പറയുന്നതാണ്. അതിൽ നമ്മളെ മന്ത്രവും പൂർണ്ണമതം പൂർണ്ണമിതം പൂർണ്ണമുച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ എന്ന് പറഞ്ഞത്. അതില് അവിവർത്തനം തെറ്റ് പറയുന്നുണ്ട്. പരമദിവ്യോത്തമ പുരുഷൻ സത്യവും പൂർണ്ണമാകയാൽ അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ പ്രതിഭാസിക പ്രപഞ്ചവും അതുപോലെ മറ്റുള്ളവയും പരിപൂർണമാണ്. പൂർണ്ണതയിൽ നിന്ന് ഉണ്ടാകുന്ന എന്തും സ്വയം പൂർണ്ണങ്ങളാണ്. അയ ശ്ലോകവും അതിന്റെ അർത്ഥവും. അത് പിന്നെ നേരിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യന്, മനുഷ്യ ജന്മത്തിന് പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുന്നത് എങ്ങനെ? അതിന്റെ ആൻസർ എഴുതിയത് ഭഗവാനെ തിരിച്ചറിയുകയും ശുദ്ധഭക്തി വളർത്തുകയും ചെയ്യുന്നതിലൂടെ ആണ്. ശരിയാണോ?
വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഞാൻ എഴുതിയത് മനുഷ്യജന്മത്തിന്റെ പൂർണ്ണത സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് പൂർണ്ണസത്തയുടെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ്. അതെ അതന്നെ സാധുസംഘം, ശാസ്ത്രശ്രവണം, ഹരിനാമ കീർത്തനം, സേവാഭാവം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ. മാതാജി പറഞ്ഞതാണ്. നിഷ മാതാജി അല്ലേ ഇപ്പൊ പറഞ്ഞത്? അതെ. പരിപൂർണ സാക്ഷാത്കാരം. അല്ലല്ല, അത് ഞാൻ ലക്ഷ്മി ലക്ഷ്മി മാതാജി എന്താ പറഞ്ഞത്? മനുഷ്യജന്മത്തിന്റെ പൂർണ്ണത സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് പൂർണ്ണസത്തയുടെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ്. സേവനത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ്. അതാണ് കറക്റ്റ്. നമ്മളെ ലക്ഷ്യം, അതായത് ഭഗവാനെ പൂർണ്ണമായിട്ട് സേവിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പരിപൂർണമായിട്ടുള്ള ആ സാക്ഷാത്കാരം നമുക്ക് ലഭിക്കുള്ളൂ, പൂർണ്ണത ലഭിക്കുള്ളൂ. ഹരേ കൃഷ്ണ. ക്ലിയർ ആയത്? ഒന്നും കൂടി പറയൂ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ മാതാജി. മനുഷ്യജന്മത്തിന്റെ പൂർണ്ണത സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് പൂർണ്ണസത്തയുടെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ്. ശരി. ഷോർട്ടായിട്ട് എത്ര എഴുതിയാൽ മതി? ഭഗവാനെ സേവിക്കുന്നതിലൂടെ മാത്രം. ശുദ്ധഭക്തി വളർത്തുകയും ചെയ്യുന്നതിലൂടെ. അതൊക്കെ നമുക്ക് എഴുതാം. അൾട്ടിമേറ്റ് പോയിന്റ് എത്തേണ്ടത് ഭഗവാന്റെ സേവനത്തിലൂടെ മാത്രമേ മനുഷ്യ ജന്മത്തിന് പൂർണ്ണത കൈവരിക്കാൻ കഴിയുള്ളൂ. ഭഗവാന്റെ സേവനം, അതാണ് അതിന്റെ ഷോർട്ടായിട്ടുള്ള ആൻസർ. അപ്പൊ അതിനുവേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും, അതൊക്കെ വേറെ. പക്ഷെ ഷോർട്ടായിട്ട് എഴുതുമ്പോ നമുക്ക് പറയാം ഭഗവത് സേവനം. ഓക്കെ. അടുത്തത് സച്ചിത്ത് ആനന്ദം വ്യക്തമാക്കുക. അതായത് ബ്രഹ്മാവിന്റെ സ്വഭാവം വ്യക്തമാക്കുന്ന 3 പദങ്ങളാണ് സത്ത്, ചിത്ത്, ആനന്ദം. ശാശ്വത ശുദ്ധബോധം. അത് ആരാ പറഞ്ഞത് മാതാജി? ഹരേ കൃഷ്ണ. ആരാ പറഞ്ഞത്? മാതാജി. ഹരേ കൃഷ്ണ. അത് മാതാജി ഏതാ പറഞ്ഞ? ബ്രഹ്മാവിന്റെ സത്ത് ചിത്ത് ആനന്ദം. ബ്രഹ്മാവ്. നമ്മ ബ്രഹ്മാവിന്റെ കാര്യം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യണില്ലല്ലോ. പിന്നെ ബ്രഹ്മാവ് ഇവിടെ നിന്ന് വന്നു. ബ്രഹ്മാവ് സച്ചിത്ത് ഭഗവാന്റെ സച്ചിത്ത് ആനന്ദ വിഗ്രഹമാണ് ഭഗവാൻ. ബ്രഹ്മാവെന്നുള്ള വേടില്ല, ഇവിടെ സ്ക്രീനിൽ തന്നെ കിടക്കുന്നുണ്ട്. ലക്ഷ്മി എഴുതിയത് സത്ത് സനാതനം, ചിത്ത് പൂർണ്ണമായ ജ്ഞാനം, ആനന്ദം അനുഭവിക്കുന്നത് തന്നെ. ബ്രഹ്മാവ് ഒന്നില്ലോട്ടോ ഇല്ലേ? തെറ്റിപ്പോയതാ. ഹരേ കൃഷ്ണ. തെറ്റിപ്പോയതാണ്. കുഴപ്പമില്ല. അപ്പൊ എന്ന് പറയുന്നത് ഞാനൊന്നുകൂടെ പറയാം. ഭഗവാൻ സച്ചിദായ ആനന്ദനും സത്ത് സനാതനും എപ്പോഴും നിലനിൽക്കുന്നതും ചിത്ത് പൂർണ്ണജ്ഞാനം ആനന്ദം എന്നിങ്ങനെയാണ് എഴുതിയത്. അതെ, ഞാനൊന്നുകൂടെ പറയാം. അതായത് സത്ത് അല്ലെ, സത്ത് ചിത്ത് ആനന്ദം 3 വേർഡുകളാണ്. സത്ത് ചിത്ത് ആനന്ദം. സത്ത് എന്ന് പറഞ്ഞാൽ സനാതനമായിട്ട് എപ്പോഴും നിലനിൽക്കുന്നത്. സത്ത് എന്ന് പറഞ്ഞാൽ സനാതനമായിട്ട് എപ്പോഴും നിലനിൽക്കുന്നത്. അതിന്റെ അർത്ഥം നാശമില്ലാത്തത് അല്ലെ, സനാതനം, നാശമില്ലാത്തത്, എപ്പോഴും നിലനിൽക്കുന്നത്. ചിത്ത് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം. ഭഗവാനാണ് സത്യം. നമുക്ക് വേണമെങ്കിൽ ജ്ഞാനത്തിന് നമുക്ക് സത്യം എന്ന് വേണമെങ്കിൽ പറയാം. അത് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം, അതാണ് ചിത്ത്. പിന്നെ ആനന്ദം എന്ന് പറയുമ്പോ ആനന്ദം തന്നെ. ആനന്ദം എന്ന് പറഞ്ഞ ആനന്ദം തന്നെ. അപ്പൊ സത്ത് എന്ന് പറഞ്ഞ സനാതനം, ചിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണജ്ഞാനം, ആനന്ദം എന്ന് പറഞ്ഞ ആനന്ദം തന്നെ. അതാണ് ഭഗവാൻ എപ്പോഴും നിലനിൽക്കുന്നതാണ് സാക്ഷാത്കാരം. അല്ല, ഇങ്ങനെ തന്നെ എഴുതണം. സത്ത് എന്ന് പറഞ്ഞാൽ സനാതനം, ചിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണജ്ഞാനം, ആനന്ദം എന്ന് പറഞ്ഞ ജ്ഞാനം. ഇത് 3ഉം കൂടെയും ഉള്ളതാണ് ഭഗവാൻ. ഏത് സമയവും എപ്പോഴും ഭഗവാനെ പറ്റി പറയുമ്പോൾ എപ്പോഴും നിലനിൽക്കുന്നതും ആ പരിപൂർണ സത്യവും ആ പരിപൂർണ ആനന്ദവുമാണ് ഭഗവാൻ, അല്ലെങ്കിൽ പൂർണ്ണമായ ജ്ഞാനവുമാണ് ഭഗവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 3ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു തരൂ. 3ാമത്തെ ഏതാ ചോദ്യം? വേദങ്ങളുടെ മറ്റൊരു ശ്രുതി കേന്ദ്രങ്ങൾ. വേദങ്ങളുടെ മറ്റൊരു പേര് ശ്രുതി. അതുപോലെ 10ാമത്തെ എനിക്ക് കിട്ടിയില്ല. ദാന ശ്ലോകം വ്യക്തമാക്കുക. അത് പുസ്തകത്തിലെ ഏത് ഭാഗത്താണ് പറഞ്ഞത്? ദാന ശ്ലോകം 1ാമത്തെ നമ്മള് പൂർണ്ണമതം പൂർണ്ണമിതം എന്ന് പറഞ്ഞ ആദ്യത്തെ ദാന ശ്ലോകം, ദാനമന്ത്രം. അതും അതിന്റെ അർത്ഥവും
ഭഗവാൻ അതാണ് എപ്പോഴും ജ്ഞാനശ്ലോകം എന്ന് പറയുന്നത്. ആ മന്ത്രത്തെയാണ് ആദ്യം നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ഭഗവാനെ ധ്യാനിക്കുമല്ല, ആ അതാണ് ധ്യാനശ്ലോകം എന്ന് പറയുന്നത്. മനസ്സിലായി മനസ്സിലായില്ലേ? അതെ, മനസ്സിലായി. ക്ലിയർ ആയില്ലേ ഇത്? ആ ഇതിൽ ഇന്ന് പറഞ്ഞതില് ക്വസ്റ്റ്യൻസിൽ വല്ല ഡൗട്ട് വല്ലവർക്കും ഉണ്ടോ? ക്ലിയർ ആയില്ലേ? വേദം ഇതൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ? ബദ്ധാത്മാവിന്റെ ന്യൂനതകള് നമ്മൾ എല്ലാതും കാര്യങ്ങള് പിടികിട്ടി നമുക്ക്. ഹരേഷ്, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ അറിഞ്ഞാൽ മാത്രം പോരാ. ഇപ്പൊ നമുക്ക് മാർഗമായിട്ട് ഇനി എന്താ പറയുന്നത്, ഇപ്പൊ അറിവ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അറിവ് കിട്ടിയാൽ മാത്രം പോരാ അല്ലേ? നമ്മളിപ്പോ പറയൂലേ, എറണാകുളത്തേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ കയറി പോവാ, ട്രെയിനിൽ കയറി പോവാന്നൊക്കെ അറിയാം. പക്ഷെ ഇതിൽ കയറി ഇരിക്കണം, ഇതവിടെയാണ് പ്രോബ്ലം. ഹരേഷ്ണ ശരിക്കും പറയണത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ശരിക്കും ഭക്തിയില് നമ്മുടെ ട്രെയിനിൽ കയറി ഇരിക്കണം പോലെ, ട്രെയിനിൽ നിന്ന് ഒരിക്കലും ഇറങ്ങിപ്പോയിരുന്ന പറയാ. പല പ്രശ്നങ്ങളുണ്ട്, അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നമുക്ക് കാണാം. അപ്പുറത്ത് പല കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് പോവാം. ഒരിക്കലും നമ്മൾ എത്താത്ത സ്റ്റേഷനിന് മുന്നേ നമ്മൾ ഇറങ്ങരുത്. നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ ഏതാണ്? ഹരേഷ്ണ, നമ്മൾ ഇറങ്ങേണ്ട വൈകുണ്ഠം, ഇരിക്കണം കേട്ടോ. ഇനി നമ്മൾ ഇറങ്ങാണ്ട് നമ്മൾ എന്തായാലും ട്രെയിനിൽ കയറാന്ന് വിചാരിച്ചിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകണം. നമ്മൾ എവിടെയാണ് ഇറങ്ങേണ്ടത് ഹരേഷ്ണ? ഭൂലോക വൈകുണ്ഠത്തിലേക്ക്. ഗോലോക വൃന്ദാവനം അല്ലേ? അതെ, അതാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ വരെ നമ്മൾ ഇറങ്ങരുത്. അതിന്റെ ഇടയ്ക്ക് പലതും കാണും. കാണുന്ന പറഞ്ഞാൽ അതാണ് മുക്തി. അതുപോലെ തന്നെ ബ്രഹ്മസാക്ഷാത്കാരം, ഭൗതിക സുഖങ്ങള്, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പല റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് നോക്കുമ്പോ അവിടെ ഭയങ്കര ബഹളമൊക്കെ കാണും അല്ലെ? നമ്മ ഇറങ്ങി പോരുന്ന പറയാ. നമ്മള് അതിൽ തന്നെ കണ്ടോ, കുഴപ്പമില്ല. അതാണ് ഡിറ്റാച്ച്മെന്റ്. മനസ്സിലായില്ലേ? കണ്ട ഓക്കെ, ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലേ, പക്ഷെ ഞാനിവിടെ ഇറങ്ങില്ല. ഗുരുജി, പല സ്റ്റോപ്പുകളും ഉണ്ടാവും അല്ലെ? പല സ്റ്റോപ്പുകളും ഉണ്ടാവും. അതിന്റെ ചുറ്റുപാട് പല ട്രെയിനിൽ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ പലതരം ബഹളങ്ങളും പല സാധനങ്ങളും നമുക്ക് കൊണ്ടുതരും. ഇറങ്ങി വരാനൊക്കെ പറയും. ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രെയിൻ അങ്ങോട്ട് പോകും. മനസ്സിലായി? നമുക്ക് കാണാം, ട്രെയിനിൽ നിന്ന് ഇറങ്ങരുന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ കാര്യം. പ്രഭുജി പറയാ, മുക്തിക്ക് വേണ്ടിയല്ലേ? ഏതാ മുക്തി? മുക്തി ഉണ്ട്. മുക്തി നമ്മൾ പറഞ്ഞില്ലേ? മുക്തി മുക്തി എന്താണെന്ന് ഇനി വരും. അത് അടുത്ത് ഭക്തിരസാമൃത സിന്ധു പഠിക്കുമ്പോ മുക്തി എന്താണെന്ന് മനസ്സിലാവും. ഈ മുക്തിയല്ല നമ്മൾ ആവശ്യം. മുക്തിയൊക്കെ അതിനെ പോലെ ഇപ്പൊ നമ്മള് കാശ്മീരിലേക്ക് പോകണമെങ്കിൽ ഡൽഹി കാണുന്ന പോലെയാണ് മുക്തി. മനസ്സിലായ? കാരണം ഡൽഹി നല്ല സിറ്റിയാണ്. നമ്മുടെ അവിടെ ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോകാന്നൊക്കെ വിചാരിക്കും. എന്ന് പറഞ്ഞ പോലെയാണ് മുക്തി. അത് വരും. ഏറ്റവും ഫൈനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ്മീരിലേക്ക് പോകണം എന്ന് വിചാരിച്ചാൽ മതി. പോകാൻ ഗോലോക വൃന്ദാവനത്തിലേക്ക് ഉള്ള ട്രെയിനാണ്. ട്രെയിനിൽ എല്ലാവരും കയറിയിരിക്കണം. കയറിയിരുന്നിട്ട് എത്ര ബസ് ഉണ്ടെങ്കിലും ഇറങ്ങരുത്. നമുക്ക് കണ്ടാ അതിന് ഡിറ്റാച്ച്മെന്റ് വളരെ സിമ്പിൾ. അതാണ് കാണാം, ഓക്കെ ശരി, പക്ഷെ ഞാൻ ഇറങ്ങൂല. ഉച്ചവരെ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ ആര് കണ്ടാലും കുഴപ്പമില്ല വെച്ചിട്ട് മാലയും കൊണ്ടുപോയിട്ട് അവിടുന്ന് 5 മാല ജപിച്ചു. പിന്നെ അല്ലാണ്ട് ഹരേകൃഷ്ണ, അത് പതുക്കെ ആവും. നമ്മള് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. ഭഗവാനെ കിട്ടാൻ ഇപ്പല്ല സഹസ്രസത ലക്ഷ്മി സേവമാന്യം എന്നാണ് ഭഗവാനെ പറയുന്നത്. ഒരാളല്ല, 1000 എത്ര സഹസ്രസതം ലക്ഷക്കണക്കിന് ലക്ഷ്മിമാരെ ഭഗവാനെ സേവനം ചെയ്തുകൊണ്ടിരിക്കണം. ആ ഭഗവാനെ എത്തിക്കണം നമ്മ പോകണം. മനസ്സിലായി? അപ്പൊ എവിടെ എത്തണം എന്ന് വിചാരിക്കണം. അപ്പൊ അത്രയാണ്. അത് ഏതെങ്കിലും ബ്രഹ്മസംഹിത എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥത്തില് ബ്രഹ്മാവ് ഭഗവാനെ വർണ്ണിക്കണാണ്. അതിലാണ് സച്ചിദാനന്ദ വിഗ്രഹമൊക്കെ വരുന്നത്. ഹരേഷ്ണം. അപ്പൊ നമുക്കിനി ഒന്നാമത്തെ ശ്ലോകം നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലേ അല്ലേ? മന്ത്രം 1 എടുക്കണമെന്ന്. ധ്യാനം മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ? ഇല്ല, 1 തുടങ്ങിയില്ല നമ്മള്. ഇല്ല തുടങ്ങിയിട്ടില്ല. തുടങ്ങി. ഇല്ല, ഒന്നാമത്തെ ശ്ലോകം എടുത്തിട്ടില്ലേ? തുടങ്ങി. ഹരേഷ്ണ. അതോ ഞാൻ വായിച്ചതാണോ എന്നുള്ള അറിയില്ലത്. ഒരു ദിവസം ആരംഭിക്കും, പകുതി മറന്നു നമ്മൾ. അതന്നെ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായില്ലേ വ്യാസദേവൻ എന്താണ്? മായ. വ്യാസദേവൻ എന്താണ് ഇത് ചെയ്തതെന്ന്, പിന്നെ ഗുരുക്കന്മാർ എന്താണ് ഇങ്ങനെ വന്ന് നമ്മൾ ഓർമ്മിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇന്നലെ എടുത്ത പിന്നെന്നാൾ എടുത്ത ക്ലാസ് നമുക്ക് എടുത്തിട്ടില്ല എന്ന്. അത് അടക്കറക്കം ഓർമ്മില്ല നമുക്ക്. ഞാൻ വായിച്ചിട്ടുണ്ട്, അത് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് എടുത്തോട്ടെ. ലെവൽ 3.
അതാ പറയുന്നത് നമ്മളെ ജപമാല എന്ന് പറയുന്നത് ഗോലോക വൃന്ദാവനത്തിലേക്കുള്ള ഒരു കയറാണെന്ന് പറയുന്നത്. അതുമ്മ പിടിച്ച് നമുക്ക് കയറാം. നമ്മളിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കല്ലേ, ഓരോ മുത്തും നമ്മൾ താഴത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ജനറൽ ആയിട്ട് പറയാം. മാല എടുത്തിട്ട് നമ്മ ജപിച്ചുകൊണ്ടിരിക്കണം. അതായത് മോളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇങ്ങനെയാണ് കയറുന്നത്, താഴത്തേക്കല്ല. നമ്മ ജപം തിരിച്ചു ചെയ്തപ്പോഴും നമ്മ ജപം താഴ്ത്തിക്ക് നമ്മ മോളിലേക്ക് കയറുന്നത് പിടിച്ചിട്ട്, മനസ്സിലായില്ലേ? അങ്ങനത്തെ മോളിലേക്ക് കയറണം. അപ്പൊ ജപം നമ്മള് മാല എടുത്തിട്ട് ഇങ്ങനെ, ചിലര് ഇങ്ങനെ ചിലര് മോളിലേക്ക് തിരിക്കുന്നവരുണ്ട്. അത് ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കണം. നമ്മ മോളിലേക്കാണ് കയറുന്നത്. വൃന്ദാവനത്തിലേക്കുള്ള ചൂണ്ടുവരല്ല. സോറി താങ്ക് യു പ്രഭു. നമ്മള് ഈ വരല ഉപയോഗിക്കണ്ട, ഈ വരല ഒട്ടും ഉപയോഗിക്കില്ല. നമുക്കറിയാല ചൂണ്ടുവരൽ എന്ന് പറഞ്ഞാൽ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ചൂണ്ടുവരൽ. നമ്മൾ അല്ലെങ്കിൽ സാധാരണ രീതി പറയും ചൂണ്ട് സംസാരിക്കാൻ പാടില്ല എന്ന് പറയും അല്ലെ, അശുദ്ധിയാണ്. ചൂണ്ടുവരൽ അശുദ്ധിയായിട്ടാണ് പറയുന്നത്. ദൈവികമായിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ ചൂണ്ടുവരൽ ഉപയോഗിക്കില്ല. നടുവരൽ അല്ലെങ്കിൽ മോതിരവരൽ, നടുവരലും തള്ളവിരലും ഉപയോഗിച്ചിട്ടാണ് ജീവിക്കാറുള്ളത്. നടുവരൽ ഉപയോഗിക്കാം. ഈ 3 വിരലിനും പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈ വിരൽ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് വിരൽ, ഈ നടുവിരൽ എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്. ഭക്തിക്ക് കിട്ടാൻ വേണ്ടിയാണ് നടുവിരൽ ഉപയോഗിക്കുന്നത്. ഓരോ വിരലിനും പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈ വിരല്, രണ്ടാമത്തെ വിരൽ മോതിരവിരൽ ഉപയോഗിക്കുന്നത് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്. നാലാമത്തെ ചെറുവിരൽ ഉപയോഗിക്കുന്നത് നമ്മൾ വിദ്യക്ക് വേണ്ടിയിട്ടാണ്. അതിന് ഓരോ വിരലിലും മീനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്തി കിട്ടിയാൽ എല്ലാതും കിട്ടിയെന്നാണ്. ചൂണ്ടുവിരൽ ഉപയോഗിക്കരുത്. പിന്നെ നമ്മള് അത് താഴത്തേക്കാണ്, താഴത്തേക്കാണ് ഇത്. അയ്യോ, ഈ മാലയല്ലേ മാല താഴത്തേക്കാണ് വലിക്കേണ്ടത്, അത് മുകളിലേക്ക് ഇങ്ങനെ തള്ളി വിടണം. അതിനെ പറഞ്ഞു മോളിലേക്കല്ല, താഴത്തേക്ക്. അവനെ പറഞ്ഞ തെറ്റ് പറ്റും. അതിന് ഞാൻ അത് പറഞ്ഞത്. നമ്മൾ മോളിലേക്ക് കയറേണ്ടത് അല്ലെ, നമ്മൾ കയറിങ്ങനെ പിടിച്ച് കയറല്ലേ. അതേപോലെ തന്നെ നമ്മൾ പിടിച്ചിട്ട് മാലിന്യം ഇറക്കുന്നു താഴത്തേക്ക്. നമ്മളെ രീതിയിൽ പറഞ്ഞതാണ്. നമ്മള് ഒരിക്കലും തെറ്റ് ചെയ്യരുത്. ഹരേ കൃഷ്ണ. താഴത്തേക്ക് ഇറങ്ങി മോളിലേക്ക് കയറിക്കൊണ്ടിരിക്കണം നമ്മളെപ്പോഴും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അത് തെറ്റ് പറ്റും. ഹരേ കൃഷ്ണ. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞു, ജസ്റ്റ് ഈശാവാസ്യോപനിഷത്തിന്റെ അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. പിന്നെ നാളെ പറഞ്ഞു പോയിന്റാണ് അതൊക്കെ. ഇത് പറഞ്ഞല്ലേ ഈശാവാസ്യം ശ്ലോകം പറഞ്ഞു. പിന്നെ നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 3 പാരഗ്രാഫ് വരെ പറഞ്ഞിട്ടുണ്ട്. 3 പാരഗ്രാഫ്. അതന്നെ, പരാശക്തി അപരാശക്തി ഒക്കെ പറഞ്ഞ പോലെ ഓർമ്മ വരുന്നുണ്ട്. എന്റെ ഇത് കഴിയാറായിട്ടുണ്ട് എന്റെ അഭിപ്രായത്തില്. കഴിഞ്ഞെന്നാണ് എന്റെ ഒരു ഓർമ്മയില്. അപരാശക്തി പരാശക്തി അല്ലെ. പരാശക്തി 17ാമത്തെ പേജിലാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. അതെ, ഇതും പറഞ്ഞു കഴിഞ്ഞു. പരാശക്തി അപരാശക്തി. പരാശക്തി അപരാശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അപര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൗതിക പ്രകൃതി, പരാശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉത്കൃഷ്ട ശക്തി നമ്മ പറഞ്ഞാണ്, ഇതൊക്കെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അത് വരിക പറഞ്ഞത്. 17ാമത്തെ പേജിൽ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണെന്ന ബോധം നമുക്ക് സദാസമയവും ഉണ്ടാവേണ്ടതാണ്. പിന്നെ ഒരു വീട്, മണ്ണ്, മരം, ഇരുമ്പ്, സിമന്റ് തുടങ്ങിയ വസ്തുക്കൾ അതാണ് അങ്ങനെ പറയാനുള്ളത്. 17ാമത്തെ പേജിലെ 2ാമത്തെ പാരഗ്രാഫ് എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ഇവിടെ നിന്നോട്ട് തുടങ്ങി. ഏതായാലും എനിക്ക് ഓർമ്മയില്ല എവിടത്തോളം എന്റെ ഒരു ഓർമ്മ നിൽക്കണം. പരാശക്തി അപരാശക്തി ക്ലിയർ അല്ലേ? പരാശക്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി മതി, ഞാൻ പറയാം. ഹരേഷ്ണ ഒന്നുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോവാം, കുഴപ്പമില്ല. അപ്പൊ പരാശക്തി അപരാശക്തി എന്ന് പറഞ്ഞാൽ, പരാശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആത്മീയ ശക്തി, അപരാശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹിരംഗ ശക്തി അല്ലെങ്കിൽ ബാഹ്യശക്തി. അങ്ങനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ആത്മീയ ശക്തി തന്നെ വീണ്ടും 2ആയിട്ട് ജനറൽ ആയിട്ട് പറയാം നമുക്ക്. ഒന്ന് നമ്മുടെ ജീവശക്തികളും അല്ലെങ്കിൽ അന്തരംഗ ശക്തി. അപ്പൊ 3 ശക്തികളുണ്ട് ഭഗവാന്റെ. ഒന്നെന്ന് പറഞ്ഞത് ബഹിരംഗ ശക്തി, പുറമുള്ള ശക്തി. പിന്നെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അന്തരംഗ ശക്തി, അതായത് ഉള്ളിലുള്ള ശക്തി. 3ാമത്തെ ശക്തി എന്ന് പറഞ്ഞാൽ തടസ്സ ശക്തി, അതായത് ജീവാത്മാക്കൾ. ഇതിന് ജനറൽ ആയിട്ട് പറയുന്നത്
അപ്പൊ നമ്മള് ഇതില് പരാപര എന്ന് പറയുമ്പോൾ ജീവശക്തിയും അന്തരംഗ ശക്തിയും പരാശക്തി വരും. നമ്മൾ ശരിക്കും ഭഗവാന്റെ അതാണ് പരാശക്തിയിൽ വരുന്നത്. അപരാശക്തി വരുമ്പോഴാണ് ബഹിരംഗ ശക്തി അല്ലെങ്കിൽ മഹാമായ. അപ്പൊ ഭഗവാനെ ജനറൽ ആയിട്ട് ഭഗവാന്റെ ഫസ്റ്റ് സൃഷ്ടിയിൽ വരുമ്പോൾ, സൃഷ്ടി എന്ന് പറയുമ്പോ അല്ല, ഭഗവാന്റെ ഒരു അവതാരന്നോ ഒരു വിസ്താരന്നോ അതൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. അതിൽ വരുമ്പോ ഒരെണ്ണം ഭഗവാന്റെ ബഹിരംഗ ശക്തി, ഒരെണ്ണം അന്തരംഗ ശക്തി. ഈ അന്തരംഗ ശക്തിയിൽ തന്നെയാണ് ജീവാത്മാക്കളുടെ ശക്തി വരുന്നത്. അതാണ് തടസ്സ ശക്തി. പക്ഷെ ജീവാത്മാവിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവാത്മാവിന് വേണമെങ്കിൽ പുറത്ത് ബഹിരംഗ ശക്തിയിലേക്ക്, ഭൗതിക ലോകത്തിലേക്ക്, ഇപ്പൊ നമ്മൾ ഭൗതിക ലോകത്തിലാണ് നിൽക്കുന്നത്, അപ്പൊ നമ്മൾ ബദ്ധാത്മാക്കളായി. നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ ശക്തിയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ മുക്താത്മാക്കളായി. മുക്തി കിട്ടി എവിടെ നിന്ന്? ഈ ഭൗതിക ലോകത്തിൽ നിന്ന്. അതേവരെ നമ്മളിവിടെ കെടുക്കാണ്. അതാണ് മുക്തി കിട്ടാണ്ട് നമ്മളിവിടെ കെടുക്കുന്നത് ബദ്ധാവസ്ഥയിൽ. എന്ന് നമുക്ക് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, അന്ന് നമുക്ക് മുക്തി കിട്ടി. അതാണ് മുക്താത്മാക്കൾ. നമ്മൾ ഈ കടലിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു, മനസ്സിലായി? അപ്പൊ അത് നമ്മൾക്ക് എവിടേക്ക് കടന്നു? നമ്മള് അന്തരംഗ ശക്തിയിലേക്ക് കടന്നു. അങ്ങനെ രണ്ട് ശക്തിയാണ് ജനറൽ ആയിട്ട്. തടസ്സ ശക്തി എന്ന് പറഞ്ഞത് ശരിക്കും ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ പാർട്ട് തന്നെ ആയിട്ട് വരും. പക്ഷെ അന്തരംഗ ശക്തി അല്ല എന്ന് മാത്രം. ഓക്കെ, അതാണ് ആ പോയിന്റ് പറയുന്നത്. പരമോന്നത സത്ത, നിരപേക്ഷ സത്ത, വ്യക്തിഭാവമായ ദൈവതം ഒരു പരിപൂർണ വ്യക്തിയാണ്. അപ്പൊ പരമോന്നത സത്ത, നിരപേക്ഷത സത്ത, നിരപേക്ഷ വ്യക്തിഭാവമായ ദൈവതം ഒരു പരിപൂർണ വ്യക്തിയാണ്. കാരണം ഭഗവാനിൽ നിന്നാണ് എല്ലാതും വന്നിട്ടുള്ളത്. അപ്പൊ ഭഗവാൻ പരിപൂർണമാണ് എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം ദാന ശ്ലോകത്തിൽ പഠിക്കുന്നത് പോലെ ആദ്യം ഭഗവാനിൽ നിന്നാണ് എല്ലാതും വന്നിട്ടുള്ളത്. അപ്പൊ ഭഗവാൻ പരിപൂർണത ആയതുകൊണ്ടാണ് ഭഗവാനും മറ്റു ശക്തിയിലെയും പരിപൂർണത ആക്കാൻ കഴിയുന്നത്. അഗ്നി ചൂടിന്റെയും പ്രകാശത്തിന്റെയും രൂപത്തിൽ ഊർജത്തെ വിതരണം ചെയ്യുന്നത് പോലെ ഈശ്വരൻ അവിടുത്തെ ശക്തികൾ വ്യത്യസ്ത രീതിയിൽ പ്രദർശിപ്പിക്കുന്നു. അതായത് നമുക്കറിയാം, സൂര്യൻ എന്ന് പറയുമ്പോ ചൂട് പ്രകാശം ഉണ്ടാവും അല്ലെ? സൂര്യൻ ഇല്ലെങ്കിൽ ചൂടും പ്രകാശവും ഇല്ല എന്നത് പറഞ്ഞ പോലെ ഭഗവാൻ ഉണ്ടെങ്കിലോ നമ്മളുള്ളൂ. നമ്മൾ ജീവാത്മാവ്, പ്രകൃതി, ഇതെല്ലാതും ഉള്ളൂ. പക്ഷെ സൂര്യനാണോ ചൂട്? അല്ല. സൂര്യനാണോ പ്രകാശം? അല്ല. ഇതാണ് വ്യത്യാസം. അന്ന് രണ്ടും ഒന്നാണോ? ഒന്ന്. അതാണ് ദ്വൈതത്തിന്റെ വ്യത്യാസം. സൂര്യൻ വേറെ, സൂര്യന്റെ പ്രകാശം വേറെ. പക്ഷെ സൂര്യന്റെ പ്രകാശം വേറെയാണോ? അല്ല. അതിൽ നിന്നാണോ വരുന്നത്? അതെ. ഇങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ തമ്മിൽ, ഭഗവാനും നമ്മളും തമ്മിലുണ്ട്. അതാണ് പറഞ്ഞത്. സൂര്യൻ അവിടുത്തെ ഈശ്വരൻ അവിടുത്തെ ശക്തികൾ വ്യത്യസ്ത രീതിയിൽ പ്രദർശിപ്പിക്കുന്നു മാത്രം. അപ്പൊ സൂര്യന് ചൂടും ഉണ്ട്, പ്രകാശവും ഉണ്ട്. അതേപോലെ തന്നെ ഭഗവാന് ബഹിരംഗ ശക്തി ഉണ്ട്, ആന്തരിക ശക്തി ഉണ്ട്. പക്ഷെ എവിടെ നിന്നാണ് വരുന്നത്? ഭഗവാനിൽ നിന്നാണ് വരുന്നത്. ഭഗവാൻ ഇല്ലെങ്കിൽ ഇത് രണ്ടുമില്ല. ഭഗവാൻ ഇത് ഉണ്ടെങ്കിൽ ഇത് രണ്ടും ഉണ്ട്. പക്ഷെ ഇത് രണ്ടും ഭഗവാന്റെ തന്നെയാണ്. പക്ഷെ എന്നാൽ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമാണ്. സൂര്യനും പ്രകാശവും അതേപോലെ തന്നെ എന്താ പറഞ്ഞ ചൂട് എന്ന് പറഞ്ഞ പോലെ. അതേപോലെയാണ് ഭഗവാന്റെ ശക്തിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടുന്ന് അചിന്ത്യമായ ഐശ്വര്യം, കീർത്തി, ശക്തി, സൗന്ദര്യം, ജ്ഞാനം, വിരക്തി എന്നിവ പരിപൂർണമാണ്. പിന്നെ ഭഗവാന്റെ ശക്തിനെ പറ്റി നമുക്കറിയാം. 6 ഗുണമുള്ള വ്യക്തി ആരാണ്? പരിപൂർണത. അതിന് പരാശര മുനിന് ഭഗവാൻ എന്നുള്ളതിന്റെ നിർവചനം കൊടുത്തിട്ടുള്ളത്. പരാശര മുനിയാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എഴുതിയിട്ടുള്ളത്. അതിൽ പറഞ്ഞത് അചിന്ത്യമായ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഐശ്വര്യമുള്ള വ്യക്തി, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും കീർത്തിയുള്ള വ്യക്തി, ശക്തി, സൗന്ദര്യം, ജ്ഞാനം, വിരക്തി എന്നിവയാൽ പരിപൂർണനാണ് ഭഗവാൻ. അത് കാരണം കൊണ്ടാണ് ഭഗവാന് മദനമോഹനൻ, കാമധേനം അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞ അത്രയും അത് ഭംഗി എന്ന്, സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കാമദേവന്മാരെ തുല്യമാണ്, അതിനേലപ്പുറമാണ്. അങ്ങനെ എല്ലാ കാര്യവും, സൗന്ദര്യമായാലും ശക്തിയാണെങ്കിലും കീർത്തിയാണെങ്കിലും ഭഗവാനെ പറ്റി തുല്യമായിട്ട് ആരുമില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ഭഗവാൻ. ഈശ്വരനാണ് എല്ലാ വസ്തുക്കളുടെയും എന്നറിയാനുള്ള ബുദ്ധിശക്തി ഒരുവനുണ്ടായിരിക്കണം. നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും കാര്യം അറിഞ്ഞിരിക്കണം. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ, നമ്മളല്ല എന്ന് ആദ്യം നമ്മൾ ബോധം ഉണ്ടാവണം എന്നാ പറയുന്നത്. ഒരുവൻ തനിക്കായി ഈശ്വരൻ നീക്കി വെച്ച സ്വന്തം വിഹിതം മാത്രമേ സ്വീകരിക്കാവൂ. നമുക്ക് നീക്കി വെച്ചിട്ടുള്ള, അത് ഞാൻ ഇന്നലെ പറയും ചെയ്തത്, കടുവ അല്ലെ, പുലി, കടുവയ്ക്ക് നീക്കി വെച്ചിട്ടുള്ളത് മാന്യനെയാണ്, നമുക്കല്ല മാന്യനെ നീക്കി വെച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അവർക്ക് ചെയ്യണോണ്ട് അത് തെറ്റില്ല, പക്ഷെ നമ്മൾ ചെയ്തത് തെറ്റായിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഞാനത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ വീട്ടില് പല കുട്ടികളുണ്ടെന്ന് വയ്ക്കാം. അപ്പൊ ചെറിയ എന്താ പറയാ, ഇത്തിരി സുഖമില്ലാത്ത ഒരു കുട്ടി ഉണ്ടെന്ന് വയ്ക്കാം.
ആ കുട്ടിനെ ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറയേ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യം വരും അവരോട്, അല്ലേ? ദേഷ്യം വരില്ലേ നമുക്ക്? ഇല്ലേ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആ കുട്ടീനായിരിക്കും ഡയറക്റ്റ് ആയിട്ട്, അല്ലേ? മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് ഭഗവാൻ. പക്ഷെ നമ്മളെ ബാക്കി നമ്മളെ വീട്ടിൽ അച്ഛനും അമ്മ ആരും എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുക്കാം. നമ്മുടെ മക്കള് 3-5 കുട്ടികൾ ഉണ്ടെന്ന് വെക്കാം, ഇപ്പോഴാരും ഇല്ല അങ്ങനെ, എന്നാലും ജനറൽ ആയിട്ട് പറയണേ. അപ്പൊ ഒരു കുട്ടിക്ക് ഒരു അത്ര കുഴപ്പമില്ല, സുഖമില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ ചാടി വീഴും, അല്ലേ? സമ്മതിക്കില്ല ഒന്നും പറയിക്കാൻ, അല്ലേ? കാരണം അവന് ബുദ്ധി കുറവാണ്, അല്ലെങ്കിൽ അവന് സുഖമില്ലാത്തതാണ്, അവനായ അസുഖമുള്ളതാണ്, എന്തെങ്കിലുമൊക്കെ പറയും നമ്മൾ. അത് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് ബുദ്ധി കൂടുതലുണ്ട് ഭഗവാന്റെ കണക്കനുസരിച്ച്. ബുദ്ധി ഇല്ലാത്ത കുറെ ജീവികളുണ്ട്, അവര് നമ്മ ഉപദ്രവിക്കണമെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്തായിരിക്കും ഭഗവാൻ തരാം? അതാണ് അഹിംസ. അവിടെയാണ് അഹിംസ ആയിട്ട് കണക്ട് ആവുന്നത്. അതാണ് നമ്മൾ ഒരു ജീവികളെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കരുതെന്ന് പറയണതിന്റെ ഒരു കാരണം. കാരണം ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. കാരണം അവർക്ക് ബുദ്ധി കുറവുള്ളതാണ് ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ്. അവർ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ സഹിക്കില്ല. അതാണ് നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് നമ്മളെ ഇന്ദ്രിയത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ജീവികളെ ഒരിക്കലും ഉപദ്രവിക്കരുതെന്ന് പറയണതിന്റെ കാര്യം. അവരാണ് അത് ആ പോയിന്റ് വരുന്നത്. ഭഗവാൻ എല്ലാവരും ഇഷ്ടമാണ്, നമ്മളെ ഇഷ്ടമാണ്, അവരെ ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്, ഒരേപോലെയാണ് കാണാൻ. നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാനോട് നമുക്ക് ഇഷ്ടം കൂടും. ഭഗവാൻ നമ്മളോട് ഇഷ്ടം. അദ്ദേഹം പറഞ്ഞില്ല, അമ്മ മകനോട് ചെയ്യണം. എല്ലാ മക്കളും ഒരുപോലെ ഉണ്ടെങ്കിൽ ഒരു മകൻ ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവനോട് ഒരു സ്നേഹം നിലനിൽക്കും. അത്രേ ഉള്ളൂ ഒരു ഭക്തന്റെ അവസ്ഥ ഭഗവാന്റെ മുന്നിൽ. ഒരുവൻ തനിക്കായി ഈശ്വരനെ നീക്കിവെച്ച് സ്വന്തം വിഹിതം മാത്രമേ സ്വീകരിക്കാവൂ. നമുക്ക് മാറ്റി വെച്ചിട്ടുള്ളത് മാത്രം ഉപയോഗിക്കുക. അതാണ് നമ്മൾ പറഞ്ഞത് ലളിതമായിട്ടുള്ള ജീവിതം. നമുക്ക് അത്ര മതി. കാരണം നമ്മുടെ ജീവിതം വളരെ കുറച്ചാണ്, അല്ലേ? നമ്മൾ എത്രയൊക്കെ കാട്ടിക്കൂട്ടിയാലും ഒരു ലൈഫ് കഴിഞ്ഞു. വളരെ കുറച്ചു കാലം നമ്മളായിട്ട് ജീവിക്കണുള്ളൂ. അപ്പൊ അത് ലളിതം. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മളെ ആചാര്യന്മാരൊക്കെ അവർ വളരെ ലളിതം. അവർക്ക് 2 ഡ്രസ്സ് ഉണ്ടാവില്ല, അത്ര ഉണ്ടാവുള്ളൂ. വളരെ ലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ അങ്ങനെ പോകണമെന്നല്ല, ഉറക്കം നമ്മൾ മാക്സിമം നമുക്ക് ലളിതമായിട്ടുള്ള ജീവിതം, ഉയർന്ന ചിന്താഗതി. ഇതാണ് മിനിമം ഫിലോസഫി നമ്മുടെ. ഈശ്വരനെ നമുക്കായി ദയാ പുരസ്കാരം നീക്കി വെച്ച വസ്തു കൊണ്ട് നാം സംതൃപ്തി ആകേണ്ടവരാണ്. നമ്മൾ ചിന്തിക്കണപ്പോഴും നമ്മളെ മറ്റുള്ള ജീവിതം അവിടെയാണ് കമ്പാരിസൺ വരേണ്ടത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഭഗവാൻ തന്നിട്ടുള്ള കരുണകൾ ഒന്നില്ലെങ്കിൽ മനുഷ്യജന്മമായിട്ടെങ്കിലും നമ്മളെ ജനിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? മൃഗതുല്യമല്ല, മൃഗമല്ല നമുക്ക് അല്ലെങ്കിൽ എങ്ങനെ വെച്ച് നോക്കിയാലും നമ്മൾ ബെനിഫിറ്റ് ആണ്. അപ്പൊ അതിന് പറഞ്ഞ നമ്മളത് സമൃദ്ധിയോട് തന്നെ സ്വീകരിക്കണം. കാരണം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് കിട്ടിയാലും നമുക്ക് ദുഃഖമായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്ഷനാണ് അത്. നമ്മള് ആ വിരക്തി ഭാനോഭാവം എപ്പോഴും ഉണ്ടാവണം എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. ഇതിൽ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് പ്രശ്നങ്ങൾ വരാം. കൂടുതൽ അറ്റാച്ച്മെന്റിന് നിൽക്കരുതേ, നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോകരുതേ. ഉദാഹരണത്തിന് ഒരു വീട് മണ്ണ്, മരം, ഇരുമ്പ്, സിമെന്റ് തുടങ്ങിയ മറ്റ് പല വസ്തുക്കൾ ചേർന്ന് നിർമ്മിക്കുന്നതാണ്. നമുക്ക് അവയൊന്നും സ്വന്തം പരിശ്രമത്തിൽ ആവശ്യമായ രൂപത്തിലേക്ക് മാറ്റി തീർക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഒരു വീട് ഉണ്ടാക്കണം, ഞാൻ എൻ്റെ വീട് ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ പറയല്ലേ. ഈ വീട് ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? ഇതിലുള്ള കല്ലും മണ്ണും സിമെന്റ് ഇത് എവിടെ നിന്നാ വന്നത്? അത് ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പൊ നമ്മളെല്ലാം ഉണ്ടാക്കണത്, അല്ലെ? ഭഗവാൻ തന്ന സാധനങ്ങള് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിലിഷൻ മോഡിഫിക്കേഷൻ മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇന്ന് കലാക്കും, വേറെ ഏതെങ്കിലും രൂപമാകും. കുറച്ചു കാലം കഴിയുമ്പോ നമ്മൾ ഉണ്ടാക്കിയ ഒരു 100 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ 100 വർഷവും വേണ്ടി വരില്ല. 100 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ വീടുകളും പോയിട്ടുണ്ടാവും. വല്ല സംശയം ഉണ്ടാവും. കൂടെ അന്ന് 200 വർഷം പിടിക്കും. അതിൽ കൂടുതൽ ഉണ്ടാവോ നമ്മളെ വീട്? ആരെങ്കിലും ഉറപ്പുണ്ടാവും? 200 വർഷം പിടിച്ചോ? പല അപൂർവമൊക്കെ ശരി, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ. ഒരു 99% വീട് പോയിട്ടുണ്ടാവും ഒരു 200 വർഷം കഴിയുമ്പോൾ, അല്ലേ? അപ്പൊ അതാണ് പറഞ്ഞ അത് വേണ്ട, 50 വർഷമാകുമ്പോഴേക്കും അത് പൊളിച്ച് വേറെ പണിയേണ്ടി വരും. അതന്നെ, അപ്പഴേക്കും വേറെ മോഡൽ വരും, വേറെ പണിയും. ഇനി അപ്പൊ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്ന് പറഞ്ഞു അത് നമ്മുടെ കഴിവെന്ന് പറയാനില്ല. അപ്പൊ ഭഗവാനിൽ നിന്നാണ് നമ്മൾ എല്ലാതും എടുക്കണം എന്നുള്ള ഒരു ബോധം എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. കഠിനാധ്വാനം വഴി രൂപവൽക്കരണം നടത്തിയ ഒരു തൊഴിലാളിക്ക് അതുകൊണ്ട് മാത്രം ഒരു വസ്തുവിന്റെ ഉടമവസ്ഥ അവകാശപ്പെടാൻ വഴിയില്ല. ഞാൻ എൻ്റെ വീട് എന്ന് പറയുമ്പോ ഈ വീട്ടിലെ എല്ലാ സാധനവും എൻ്റെതല്ല, അത് ഭഗവാന്റെയാണ്. ഏത് സമയവും അത്
നശിച്ചു പോകാം എന്ന് നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണത്. പിന്നെ കമ്മ്യൂണിസവും സോഷ്യലിസവും എന്ന് പറയുന്നത്, കമ്മ്യൂണിസം നമ്മളെ സാധാരണ രീതിയിൽ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു ഇത് പറയുമ്പോൾ ഒന്ന് കമ്മ്യൂണിസം ഒന്ന് ക്യാപിറ്റലിസം അല്ലെ, രണ്ടെണ്ണം പറയാം. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ എന്താണ്, സാധാരണ രണ്ടിനും പ്രോബ്ലം ഉണ്ട് എന്നാ പറയുന്നത്. കമ്മ്യൂണിസത്തിനും പ്രോബ്ലം ഉണ്ട്, ക്യാപിറ്റലിസത്തിനും പ്രോബ്ലം ഉണ്ട്. കമ്മ്യൂണിസത്തിന്റെ പ്രോബ്ലം എന്താ, എല്ലാവരും തുല്യരായിട്ട് കാണുമ്പോൾ എന്താണ്, അവിടെ കഴിവുള്ളവർക്ക് അവസരം ലഭിക്കില്ല, അപ്പൊ പുരോഗമനം കുറവായിരിക്കും അല്ലെ. ഒരു ഡോക്ടർക്ക് ശമ്പളവും ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ശമ്പളവും അതൊക്കെ ഒരേ രീതിയിലാകുമ്പോൾ എന്താണ്, അവർ കഴിവുകൾ മുരടിച്ചു പോകും എല്ലാവരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് തൃപ്തരാവില്ല. അപ്പൊ കമ്മ്യൂണിസത്തിന് അതായത് രണ്ട് രീതിയിൽ ഇപ്പൊ ഈ ലോകത്തെ ജനറൽ ആയിട്ട് രണ്ട് രീതിയിൽ തിരിച്ചിരിക്കാന്നാ പറയുന്നത്. ഭൗതിക ലോകത്ത് ഒന്ന് കമ്മ്യൂണിസം ഒന്ന് ക്യാപിറ്റലിസം. അപ്പൊ കമ്മ്യൂണിസത്തിന് ഈ പ്രോബ്ലം ഉണ്ട്. ക്യാപിറ്റലിസത്തിന്റെ പ്രോബ്ലം പറയുന്നുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പൈസ ഉള്ളവർ ഭയങ്കരമായിട്ട് ഉയരും അല്ലെ, പൈസ ഇല്ലാത്തവർ വളരെ താഴും. അപ്പൊ എന്താണ്, അവിടെ ചൂഷണ മനോഭാവമാണ്. അപ്പൊ അവിടെ സന്തുഷ്ടി കിട്ടില്ല. അപ്പൊ രണ്ട് കാര്യത്തിനും പ്രോബ്ലം തന്നെയാണ്. ഇപ്പൊ ഈ ഭൗതിക ലോകത്തിലുള്ള നിയമങ്ങൾ നമ്മളിപ്പോ ഏത് രീതിയിൽ, ഈ രണ്ട് രീതിയാണ്. ഈ രണ്ട് രീതിയിൽ നിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളോട് ഇപ്പോഴത്തെ ഭൗതിക രീതിയിൽ നിന്ന്, ഇത് രണ്ട് രീതിയിലും ഒരിക്കലും നമുക്ക് ആനന്ദം ലഭിക്കില്ല എന്ന് ഗ്യാരണ്ടി തരാണ്. ആ ഗ്യാരണ്ടി അതിനു വേണ്ടിയാണ് ശരിക്കും എന്താണ് എല്ലാവരും ഭഗവാന്റെ അംശമായി വർണ്ണാശ്രമ തത്വങ്ങൾ പറഞ്ഞത്. അവിടെ എത്തുമ്പോൾ വർണ്ണാശ്രമത്തിൽ എന്ന് പറഞ്ഞ ഭഗവാനെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് സന്തോഷം. നമ്മൾ ചെയ്യുന്നത് എല്ലാതും ഭഗവാന് വേണ്ടിയാണ് എന്നുള്ള മനസ്ഥിതിയിലേക്ക് നമ്മൾ എന്ന് മാറുന്നത് അന്ന് തൊട്ട് നമുക്ക് സന്തോഷം വരാൻ കഴിയും. അതേവരെ ഒരിക്കലും നമുക്ക് കിട്ടില്ല. നമ്മൾ എല്ലാവരും ഭഗവാന്റെ അംശമാണ് എന്നൊരു ചിന്താഗതിക്ക് നമ്മൾ എന്ന് എത്തണ്, അന്ന് എത്തുമ്പോൾ ആയിരിക്കും നമ്മൾ പരിപൂർണമായിട്ടുള്ള ആനന്ദത്തിലേക്ക് വരുള്ളൂ. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് വന്നാലും ക്യാപിറ്റലിസ്റ്റ് വന്നാലും ഒരു കാര്യമില്ല, എപ്പോഴും നമ്മൾ സന്തോഷം ലഭിക്കില്ല എന്നാ പറയുന്നത്. കാരണം നമ്മൾ ഭാഗവതത്തിന്റെ ഭാവാർത്ഥത്തിൽ ബാബാസ്വാമി വീണ്ടും അതിനെപ്പറ്റി പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ വോട്ട് ചെയ്യേണ്ട അങ്ങനത്തെ എല്ലാം പറയുന്നത്. കാരണം നമ്മൾ എന്തിനു ചെയ്യണം നമുക്ക് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളെ ലക്ഷ്യം തന്നെ നമുക്കറിയില്ല. ഒരാൾ 10 പ്രാവശ്യം ഇത് പറഞ്ഞാൽ അതാണ് ശരി, ഇത് പറയുമ്പോൾ അതാണ് ശരി, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞിരിക്കണം. ഭഗവാനാണ് ശരി എന്ന് സത്യം മനസ്സിലാക്കുന്നതോടുകൂടി ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങും. അത് നമ്മുടെ എല്ലാ കാര്യത്തിലേക്കും പരിശുദ്ധിയിലേക്കും നമ്മളെ നയിച്ചിരിക്കും. അപ്പൊ വർണ്ണാശ്രമത്തിന്റെ എന്തിനാണ് വർണ്ണാശ്രമം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. കാരണം ജനറൽ ആയിട്ട് നമ്മുടെ സമൂഹത്തില് പല രീതിയിലുള്ള വിഭാഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ക്ഷത്രിയ വൈശ്യർ ശൂദ്ര എന്ന് പറയുന്നത് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഒരു സമൂഹത്തിൽ തന്നെ ഒരു ബുദ്ധി സഹജമായിട്ടുള്ള വ്യക്തികളെ കാണാം, സഹായിക്കുന്ന വ്യക്തികളെ കാണാം, കാര്യങ്ങൾ നിർവഹിക്കുന്ന വ്യക്തികളെ കാണാം, അവരെ തമ്മിൽ യോജിപ്പിക്കുന്ന തരത്തിലുള്ള വ്യക്തികളെ കാണാം. ഇതൊക്കെ ഒരു സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ നിർവഹിക്കുന്നവരായിരിക്കണം ഏറ്റവും മുകളിൽ വരേണ്ടത്. അങ്ങനെ അതാണ് വർണ്ണാശ്രമം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും കാര്യത്തിലെത്തില്ല. ഇപ്പൊ എല്ലാവരും സഹായിക്കുന്ന വ്യക്തി മുകളിൽ വന്നാൽ എന്താണ് കാര്യങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതാണ് ഏറ്റവും ഉയർന്ന തലത്തിൽ ആ ബ്രാഹ്മണ എന്നുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. ബ്രഹ്മത്തെ അറിയുന്ന ഭഗവാൻ അറിയുന്നവരാണ്. അപ്പൊ അതാണ് ബ്രാഹ്മണ. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത ശക്തിയായിട്ട് നമ്മൾ പറയുന്ന വിശുദ്ധ സത്വഗുണത്തിലേക്ക് നമ്മൾ കടക്കും. അപ്പൊ ഇത് ജനറൽ ആയിട്ട് നമ്മളെ പബ്ലിക്കിലുള്ള കാര്യമാണ്. അത് നമ്മൾ ഇവിടെ നിന്നല്ല. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മളൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഉയർന്ന തലത്തിലുള്ള അല്ലെ മാനേജർമാരുണ്ടാവും അല്ലെ, അവിടെ അഡ്വൈസേഴ്സ് ഉണ്ടാവും, അവിടെ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും, അവിടെ വർക്കേഴ്സ് ഉണ്ടാവും. അതൊരു സിസ്റ്റമാണ്. ഇതിൽ നിന്നാണ് അതൊക്കെ വന്നിട്ടുള്ളത്. നമ്മ പറയും അവരാണ് ഇവിടെ കൊണ്ട് ഇവിടെ നിന്ന് അവര് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത് പല കാര്യങ്ങളും. എന്നിട്ട് അവര് ഡിലീറ്റ് ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്ത് അവർക്കുള്ള ആവശ്യങ്ങൾ എടുത്ത് ബാക്കി വേസ്റ്റ് നമുക്ക് തട്ടി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞത് ഈ 4 സെക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. അതനുസരിച്ച് അതിന്റെ ഏറ്റവും മുകളിൽ ആരുണ്ട്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദൈവമുണ്ട്. ഇത് മാത്രം പോരെ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ 4 സെക്ഷൻ മാത്രമാണ് നടക്കുന്നത്. നമുക്കറിയാം ഏത് കമ്പനിയിലും ഈ 4 സെക്ഷൻ കാണാം. നമുക്ക് ഏത് ബ്രാഹ്മണക്കാരെ ക്ഷത്രിയരെ കാണാം, വൈശ്യരെ കാണാം, ശൂദ്രരെ കാണാം. ഇത് മുഴുവനും നമ്മൾ ഏത് സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള
ദൈവികമായിട്ടുള്ള ശക്തിനെ ആരും കാണുന്നില്ല. അതിനു വേണ്ടിയാണ് ഈ 4 സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതാണ് പറഞ്ഞത്. അതാണ് വർണ്ണാശ്രമങ്ങളുടെ ഇമ്പോർട്ടൻസ് പറയുന്നത്. അതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ചതുർവർണ്ണ മായാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും ബേസിൽ 4 വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. എല്ലാവരും ഒരേപോലെ ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല. ഒരു വീട്ടിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വ്യക്തി ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും, ഒരു ശക്തി സഹായിക്കുന്ന വ്യക്തികളായിരിക്കും. ഒരു വീട്ടിൽ തന്നെ നമുക്ക് കാണാം. അടുത്ത ക്ഷത്രിയനാണ് രജുഗുണത്തിൽ വർത്തിക്കുന്നത്. അവരെ നരദേവതകൾ എന്ന് വിളിക്കുന്നു. ബ്രാഹ്മണർക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ക്ഷത്രികൾ അസ്ത്രം ഉപയോഗിച്ച് നടപ്പിലാക്കുന്നു അല്ലെ. അവർക്ക് ചില ദണ്ഡന മാർഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അവർക്ക് കാര്യം നിർവഹിക്കാനുള്ള ശക്തി ഉണ്ട് അല്ലെ. ശരിക്കും ഭരിക്കാനുള്ള കഴിവുള്ളവരായിരിക്കും അവര്. ബാക്കി ഉള്ള ജീവവർഗങ്ങളെ അതിന് താഴെ വരുന്നു. സസ്യബുക്ക് ആയതുകൊണ്ട് മാത്രം പ്രകൃതി നിയമങ്ങളെ ഭജിക്കുന്നത് ഒഴിവാക്കണമെന്ന് കരുതുന്നത് തെറ്റായ ധാരണയാണ്. സസ്യങ്ങൾക്കും ജീവനുണ്ട്. ഇതടുത്ത് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നു. നമ്മൾ അങ്ങോട്ട് ചോദിക്കണ മുന്നേ ഇങ്ങോട്ട് പറഞ്ഞു തരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു മാംസം കഴിക്കാൻ പാടില്ല, അതിന് ജീവൻ. അപ്പൊ എന്ത്, സസ്യങ്ങൾക്ക് ജീവനില്ലേ? സസ്യങ്ങൾക്ക് ജീവനുണ്ട്. സസ്യങ്ങൾക്ക് ജീവനില്ല, സസ്യങ്ങൾക്കും ജീവനുണ്ട്. അപ്പൊ സസ്യം കഴിക്കുന്നത് തെറ്റല്ലേ? തെറ്റാണ്. അവിടെയാണ് ഒരുവൻ താൻ പരിപൂർണ സസ്യബുക്കാണെന്ന് അഭിമാനിക്കരുത്. ഞാൻ സസ്യബുക്ക് കഴിക്കാൻ ഞാൻ എന്തായെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സസ്യങ്ങൾക്കും ജീവനുണ്ട്. അത് പറഞ്ഞു. പക്ഷെ എന്താണ് അത് പറഞ്ഞിരുന്നു. ഭഗവാൻ മനസ്സിലാക്കാൻ മതിയായ ബോധം മൃഗങ്ങളിൽ വികസിച്ചിട്ടില്ല. എന്നാൽ മനുഷ്യൻ വൈദ്യ സാഹിത്യത്തിന്റെ പാഠം ഉൾക്കൊള്ളാൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന അറിവിൽ നിന്ന് ലാഭം സ്വയത്തമാക്കേണ്ട വേണ്ട ബുദ്ധിശക്തിയുമുണ്ട്. അപ്പൊ ഞാൻ ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് തരാണ്. സസ്യബുക്ക് ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കാണ്, നമ്മൾ മാംസം കഴിക്കരുതെന്ന് ജനറൽ ആയിട്ട് പറയും അല്ലേ. അപ്പോ കാരണം അതിന് ജീവനുള്ളതാണ്. അപ്പൊ അതിന് വധിക്കുന്നത് ശരിയല്ല. അപ്പൊ പച്ചക്കറിക്കൊക്കെ ജീവനുള്ളതല്ലേ, ചെടികൾക്കൊക്കെ ജീവനുള്ള, അത് നമ്മൾ കഴിക്കുന്നത് തെറ്റാണോ? രണ്ടുപേർക്കും ജീവൻ എന്നുള്ള കൺസെപ്റ്റ് രണ്ടുപേർക്കും ഇല്ലേ? അപ്പൊ അതും തെറ്റല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി? ഹരീഷ്, നാളത്തെ ഹോംവർക്ക് നാളെ പറഞ്ഞാൽ മതി. മൃഗങ്ങൾക്ക് മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കാമല്ലോ. നാളത്തെ കാര്യമാണ് പറഞ്ഞത്. ജീവനാണ് പറഞ്ഞത്. ജീവനാണ് പറഞ്ഞത്. തെറ്റോ ശരിയല്ല. നമ്മ ചെയ്യണത് ശരിയാണോ തെറ്റാണെന്ന് മാത്രമാണ്. അതായത് 2 ജീവനെയാണ് കഴിക്കണത് നമ്മൾ. നാളെ പറഞ്ഞാൽ മതി. ഭഗവാനെ മനസ്സിലാക്കാൻ മതിയായ ബോധം മൃഗങ്ങളിൽ വികസിച്ചിട്ട് മനുഷ്യനും മൃഗം തമ്മിലുള്ള കമ്പാരിസൺ പറയുന്നതാണ്. നമ്മൾ എന്താണ് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് എന്താണ് ഭഗവാൻ എന്താണെന്നോ ഒന്നും അറിയില്ല അവർക്ക് അല്ലേ. അവര് ജനിക്കുന്നു, അവര് മരിക്കുന്നു, ഇണകൂടുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഭയപ്പെടുന്നു, അങ്ങനത്തെ ഒരു ജീവിതക്രമമാണ്. അല്ലാതെ ഒരിക്കലും അതിന്റെ അടുത്ത ലെവലായിട്ടുള്ള ബുദ്ധിശക്തി അവർക്കില്ല. പക്ഷെ മനുഷ്യനുണ്ട്. ആ ബുദ്ധിശക്തി മനുഷ്യന് ഉപയോഗിച്ചിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിനാൽ മനുഷ്യജന്മം സിദ്ധിച്ചയാൾ പരംബ്രഹ്മന് അതീശത്വം അംഗീകരിക്കുന്നത് അനിവാര്യമാണ്. അയാൾ ഭഗവാന്റെ ഭക്തനായി തീരണം. മൃഗങ്ങൾക്ക് ഭഗവാൻ ഉണ്ടെന്നോ ഭഗവാനാണ് ഇതെല്ലാം തന്നൊന്നും അറിയില്ല. പക്ഷെ നമുക്കറിയാം. അപ്പൊ നമ്മൾ അത് അംഗീകരിച്ചേ പറ്റൂ. അതാണ് പറയുന്നത്. കാരണം നമ്മളെ ജന്മമാണ് പരിപൂർണ ജന്മം. അപ്പൊ പരിപൂർണ ജന്മത്തിൽ എത്തിയിട്ടും ഭഗവാൻ അറിയാതിരുന്നു കഴിഞ്ഞാൽ നമ്മ വീണ്ടും അപൂർണ ജന്മത്തിലേക്ക് തിരിക്കും. തകന്റെ സകല വസ്തുക്കളും ഭഗവത് സേവനത്തിനായി സമർപ്പിക്കുകയും ഉച്ഛിഷ്ടം പ്രസാദമായി കൈക്കൊള്ളുകയും വേണം. നമ്മൾ ചെയ്യേണ്ട കാര്യം എല്ലാ കർമ്മങ്ങളും എല്ലാ വസ്തുക്കളും എല്ലാതും ഭഗവാന് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടെന്നുള്ള അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ അതാണ് സ്നേഹം അല്ലെ. ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഇപ്പൊ നമ്മളെ മകളാ നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയാണ് ഉദാഹരണങ്ങൾ പറയുന്നത്. അവർ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ തന്നെയാണ്. പക്ഷെ അവരെ സ്നേഹമാണ് അത് കാണിക്കുന്നത്. ഇത് തന്നെയാണ് പറഞ്ഞത് നമ്മളെല്ലാ വസ്തുക്കളും ഭഗവത് സേവനത്തിന് വേണ്ടി സമർപ്പിക്കാം. ഉച്ഛിഷ്ടം ഭഗവാൻ ഉപയോഗിച്ചത് നമ്മള് പ്രസാദമായി കൈകൊള്ളുക അല്ലെ. നമുക്ക് കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കല്ലേ, അതേപോലെ തന്നെ എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുക. എന്താണ്? അവരുടെ സ്നേഹ കൈമാറ്റമാണ് നടത്തുന്നത്. ഇത് തന്നെ ഉച്ഛിഷ്ടം. ഭഗവാന്റെ ഉച്ഛിഷ്ടം നമ്മ പ്രസാദമായി കൈകൊള്ളുക. അപ്പൊ പ്രസാദമായി കൈക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാനായിട്ട് നമ്മളങ്ങനെയല്ലേ. ഒരാൾ ഉച്ഛിഷ്ടം നമ്മളെപ്പോഴും കഴിക്കാം ആ വ്യക്തിനായിട്ട് അത്ര സ്നേഹമുള്ളപ്പോൾ അല്ലെ. നമ്മ മകൾക്കാ എന്ന് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മളത് കഴിക്കും അല്ലെ. അവര് മറ്റുള്ളവരൊക്കെ നമ്മൾ കഴിക്കോ? ഇല്ല. കാരണം ജനറൽ ആ സ്നേഹമാണ്. സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അത് കഴിക്കും. അപ്പൊ അതേപോലെ തന്നെ ഭഗവാന്റെ പ്രസാദം ഭഗവാനോട് സ്നേഹമുള്ളത് കാരണം കൊണ്ടാണ് നമ്മളത് കഴിക്കുന്നത്. ആ സ്നേഹ കൈമാറ്റാണ് അവിടെ. അപ്പൊ അത് നമ്മൾ ചെയ്തേ പറ്റൂ. തന്റെ ഭക്തന്മാരുടെ കൈകളിൽ താൻ സസ്യാഹാരങ്ങൾ സ്വീകരിക്കുമെന്ന് ഭഗവതിയിൽ അരുളി ചെയ്യുന്നു.
നിങ്ങൾക്ക് ഇതിന്റെ പാർഷ്യൽ ഉത്തരം ചോദിച്ചതിന്റെ പാർഷ്യൽ ഉത്തരം കിട്ടി. നാളെ ഒന്നുകൂടെ പറഞ്ഞാൽ മതി. ഭഗവാൻ പറയുന്നത്, ഭഗവാൻ സ്വീകരിക്കുന്നത് സസ്യമാണ്. ഭഗവതിയിൽ അരുൾ ചെയ്യുന്നു. എന്താ പറയുന്നത്? പത്രം പുഷ്പം ഫലം തോയം യോമി ഭക്തി പ്രയച്ചതി ഭക്തിയുദഹൃതം അശ്നാമി പ്രിയാത്മനഹ. അതായത് തന്റെ എല്ലാ ഭക്ഷണവും ഭഗവാന് നിവേദിക്കും. തുടർന്ന് ഭഗവത് പ്രസാദം എന്ന നിലയ്ക്ക് കരുണയോടെ നിൽക്കുകയും അത് കൈക്കൊള്ളണം. അപ്പൊ നമുക്ക് ഭഗവാനോക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ പത്രായാലും പുഷ്പമായാലും തോയമായാലും ഏതാണ് ഫലമായാലും അത് ഭക്തിയോട് കൂടി കൊടുക്കുക, സ്നേഹത്തോട് കൂടി കൊള്ളുക, അത് നമ്മൾ ഉൾക്കൊള്ളുക. അതിന് പറഞ്ഞത് എല്ലാതും ഭക്ഷണം അടക്കം എല്ലാതും ഭഗവാൻ അർപ്പിക്കണം. ഭഗവാൻ അർപ്പിക്കാതെ ഭക്ഷിക്കുന്നവർ പാപത്തെയാണ് ഭക്ഷിക്കുന്നത്. കാരണം എന്താണ്? നമ്മൾ കഴിക്കുന്ന ഒരേ ഭക്ഷണത്തിനും ഏതൊരു കാര്യത്തിനും അതിന്റെ പിറകില് അനേക കർമ്മങ്ങളുണ്ട്, നമ്മൾ അറിയാത്തതും അറിഞ്ഞിട്ടുള്ളതും, അല്ലേ? നമ്മളിപ്പോ ഒരു വറ്റ് എടുത്താലും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും, ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ആ ഡ്രസ്സിന്റെ പിറകില് അനവധി കർമ്മങ്ങൾ ഉണ്ടാവും. ഈ കർമ്മബലങ്ങളൊക്കെ നമ്മളെ ബാധിക്കും. നമ്മൾ വിചാരിക്കരുത് നമ്മളെ ഞാനൊന്നും ചെയ്യണില്ലെങ്കിലും ഞാൻ പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് എല്ലാതും ഭഗവാന് നമ്മൾ സമർപ്പിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം. ഇങ്ങനെ ഈ ഫലത്തിന്റെ ഫലമായി പലതരം യാതനകളും അനുഭവ വിധേയമാകുന്നു. പ്രഭുജി, ഹരേ കൃഷ്ണ. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഭഗവാന് പ്രസാദം നിവേദിക്കാവോ? നമ്മൾ സാധാരണ രാവിലെ സന്ധ്യക്കാണ് നമ്മൾ വിളക്കെല്ലാം വെക്കുന്നത്. ആ സമയത്തല്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും നിവേദ്യം? ഇല്ല. അതായത് നമ്മളെ സിസ്റ്റത്തിലേക്ക് അത് നിങ്ങളിപ്പോ നാലാമത്തെ ലെവലാകുമ്പോഴേക്കും, മൂന്നാമത്തെ ലെവൽ കഴിഞ്ഞ് നാലാമത്തെ ലെവലാകുമ്പോ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നമ്മള് വീട്ടില് എങ്ങനെയാണ് ആരാധിക്കേണ്ട രീതികളൊക്കെ, അതിനോട് ആഗ്രഹം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള നമ്മള് സാധാരണ ജനറൽ ആയിട്ട് നമ്മള് ചന്ദനത്തിലാണോ ആദ്യം കത്തിക്കുക, വിളക്കാണോ ആദ്യം കത്തിക്കുക എന്നൊക്കെ നമുക്കൊരു സംശയങ്ങൾ വരുമല്ലോ. അങ്ങനെ കുറെ കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള സംശയങ്ങൾ വരും. ആ സംശയങ്ങൾ മുഴുവനും നമുക്കൊരു ഇതുണ്ട്, ഒക്കെ ഉണ്ട്, ഒരു കോഴ്സ് ഉണ്ട്. അത് ഇതിന്റെ ഇടയിൽ പഠിപ്പിക്കും. അതായത് 3rd ലെവൽ കഴിഞ്ഞിട്ട്, ഈ ലെവൽ കഴിഞ്ഞിട്ട് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് ഇങ്ങനത്തുള്ള എല്ലാ സംശയങ്ങളും നമുക്ക് മാറ്റാം. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനത്തെ ആ സമയത്ത് നോട്ട് ചെയ്താൽ മതി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് വീട്ടിൽ ഏത് സമയത്ത് പൂജ ചെയ്യണം. അപ്പൊ ഭഗവാൻ എങ്ങനെയാ പറഞ്ഞില്ലേ, സിമ്പിൾ ആയിട്ട് പറയുമ്പോ നമ്മൾ ചെന്ന് ഭഗവാന്റെ അടച്ചിരിക്കണ ഇത് പെട്ടെന്ന് ചെന്ന് തുറക്കൂല. നമ്മൾ ഭഗവാന് മണിക്ക് അടിച്ച് ഭഗവാൻ ഉറങ്ങായിരിക്കും. നമ്മളെ കൺസെപ്റ്റ് അത് മനസ്സിലായ. അപ്പൊ ഭഗവാനെ എണിപ്പിച്ചിട്ടൊക്കെ നമ്മള് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതേപോലെ ആയിരിക്കും. അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാം. അത് ഈ ലെവലൊന്ന് കഴിഞ്ഞോട്ടെ. അത് തന്നെ നമ്മള് ഭഗവാന്റെ ആ നോളേജ്, ജ്ഞാനം നമ്മളിൽ ഉറക്കണം. എന്നിട്ടാണ് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടക്കുന്നത്. ഭഗവാന്റെ ഉടമാവസ്ഥം അവഗണിക്ക വഴി അറിഞ്ഞും അറിവുകൊണ്ട് ചെയ്യുന്ന പ്രകൃതിയുടെ നിയമ ലംഘനം തന്നെയാണ് അതിന് പാപത്തിന് കാരണം. അപ്പൊ ഭഗവാനാണ് എല്ലാതെന്ന് വിചാരിച്ച് നമ്മൾ എല്ലാ പ്രവൃത്തികളും ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ പാപകർമ്മങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കും. കാരണം അതിന്റെ ഒരേ പ്രവൃത്തിയുടെ പിറകിൽ അനേക കർമ്മങ്ങളുണ്ട്. നമ്മൾ അറിയാതെ ആയിട്ട് നമുക്കത് ലഭിച്ചിരിക്കും. നമ്മ അത് അറിഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാപം ലഭിക്കാതിരിക്കില്ല. അതിന് ഏറ്റവും വലിയ തെറ്റ്. എനിക്കറിയില്ല ആരാ വധിച്ചത്, പക്ഷെ ഞാൻ കഴിക്കും, അത് സംഭവിക്കില്ല. എല്ലാത്തിനും ഉണ്ട്. അത് നമുക്ക് അടുത്ത ഇതിൽ വരുന്നുണ്ട്. ഉപദേശാമൃതത്തിൽ വരുന്നുണ്ട്. ഉപദേശാമൃതല്ല, ഭക്തിരസാമൃത സിന്ധിയിൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വരുന്നുണ്ട്. അടുത്ത ബുക്ക് അതാണ്. അടുത്ത ബുക്ക്. അഥവാ ഭഗവാന്റെ വ്യവസ്ഥകൾ അനുസരിക്കാതിരുന്നത് മനുഷ്യനെ നാശം വരുത്തുന്നു. ഭഗവാന്റെ വ്യവസ്ഥകൾ ഭഗവാൻ നീക്കി വെച്ചതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പാപഫലങ്ങൾ നമുക്ക് ലഭിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായ ഇതിന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇത്രയും കാലം വിചാരിച്ചത് കുറച്ചുനാൾ അമ്പലത്തിലൊക്കെ പോയി കുറച്ച് ഭഗവാന്റെ കീർത്തനമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഹാപ്പി ആയിരുന്നു. ഇപ്പൊ മനസ്സിലായി. ഭഗവാൻ പറഞ്ഞു നിർത്തുന്നത് ഈ ഒരു ഒറ്റ ശ്ലോകത്തിൽ തന്നെ മനസ്സിലായി, അല്ലേ? നമുക്ക് നീക്കി വെച്ചത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഭഗവാനെ സമർപ്പിച്ചിരിക്കണം. കർമ്മമാണെങ്കിലും എന്തെന്ന് പറയുന്നത് നിവേദ്യമാണ്, എന്ത് തന്നെയാണ് ആ അവസ്ഥയിലേക്ക് നമ്മൾ വരണം എന്നാ പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് പറഞ്ഞ നമുക്കത് പ്രാക്ടിക്കൽ ആക്കാൻ ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് ഈസി ഒന്നല്ല. സത്യം തന്നെയാണ്, പക്ഷെ അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റില്ല. അതിന് നമ്മൾ പതുക്കെ രജോ, നമുക്ക് ഏറ്റവും കൂടുതലുള്ള ഗുണം ഏതാ ഭൗതിക ലോകത്തില്? രജോ ഗുണമാണ്, അല്ലേ? രജോ ഗുണമാണ്. പിന്നെ കുറച്ച് ദിവസമൊക്കെ ചിലപ്പോ സത്വ ഗുണം ഉണ്ടാവും, തമോ ഗുണമൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോ ചില സമയത്ത് സത്വഗുണം കുറച്ച് കേടിയിരിക്കും,
ചില സമയത്ത് തമോ ഗുണം കുറച്ച് കയറിയിരിക്കും. ജനറൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ കൂടുതൽ കാണാം രജഗുണമായിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ സത്വഗുണത്തിലേക്ക് കടക്കണം. അതിന്റെ പ്രക്രിയകളിൽ ഒന്നാണ് നാമജപം. മനസ്സിലായി? നാമജപമാണ് നമ്മളെ അടുത്ത ഗുണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം, പരിശുദ്ധീകരിക്കുന്നത് നമ്മളെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ശരിക്കും അവിടുന്ന് മുക്തി കിട്ടിയതിന് ശേഷമാണ് ഭക്തി തുടങ്ങുള്ളൂ. നമ്മൾ മുക്തിക്ക് വേണ്ടി നമ്മളെ ഇപ്പോഴും ചെയ്യുന്ന മുക്തി മുക്തിയല്ല, മുക്തിക്കപ്പുറമാണ് ഭക്തി. അങ്ങനത്തെ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. ഹരേ കൃഷ്ണ. ഇത്ര ഇതിലെ സംശയങ്ങളുണ്ടാ ഇന്നത്തേല്? പറഞ്ഞില്ലേ ആ വീട്ടിൽ എങ്ങനെയാ വിളക്ക് കത്തിക്കേണ്ടത്? ചന്ദനത്തിൽ കത്തിച്ചു കഴിഞ്ഞിട്ടാണോ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാണോ? അത് നമുക്ക് ഈ തേർഡ് ലെവൽ കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോഴാ ഇതില് പറഞ്ഞേ, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിൽ നമ്മൾ ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ട്, അത് സെപ്പറേറ്റ് ക്ലാസ് ആണ്. അതിൽ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഹരേഷ്, വേറെ എന്തെങ്കിലും? ബാബു പ്രഭുവിനെ 2 ദിവസമായിട്ട് കാണാനുണ്ടായിരുന്നില്ലല്ലോ. ബാബു പ്രഭു അങ്ങനെ സീരിയസിലാണെന്നുണ്ടല്ലോ ഫേസ് കണ്ടിട്ട്. സീരിയസിലല്ല, കുറച്ച് 2 ദിവസം മാറിയ കാരണം കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു പ്രഭു. അതാ കാരണം ഒരു മരണം ഉണ്ടായിരുന്നു, ഒരു യാത്ര അത് സംബന്ധിച്ച കട്ടപ്പന വരെ പോണ്ടി വന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു. അതായത് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഞാൻ അഭിപ്രായം ഒന്നും പറയാണ്ടിരുന്നത് ഗുരുജി. കുഴപ്പമില്ല പ്രശ്നമൊന്നുമല്ല. നമ്മളിത് പഠിക്കല്ലേ, നമുക്ക് അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ശരി, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഹരേഷ്ണ? കണ്ടില്ലേ മാത്രമാണ് പ്രഭുജി ചോദിക്കുന്നത്. എന്താ? ഓ കുശുമ്പ് കേട്ടില്ല. കുഴപ്പമില്ല, കേട്ടില്ല. മാതാജിയൊക്കെ ഫുൾ ടൈം ഉണ്ടല്ലോ, പിന്നെ അന്വേഷിക്കണ്ടല്ലോ. അതാണല്ലേ പറഞ്ഞത് ഹരേഷ്ണ. എല്ലാവരെയും ഒരാളെന്നല്ല, എല്ലാവരെയും പ്രത്യേകിച്ച്. കാരണം നമ്മള് ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് ആയിട്ടാണല്ലോ പോണത് ഹരേഷ്ണ. ശരി, അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ നാളെ കാണാം നമുക്ക്. അപ്പൊ 5 രൂപ വെച്ച് 15 ഭാവന വൈഷ്ണവ കോടി വൈഷ്ണവ ഭക്തി കുർബാനയ്ക്ക് ഗുരുദേവ്. ഹരേഷ്ണ, എല്ലാവർക്കും പ്രണാമം. ഹരേഷ്ണ പ്രഭുജി. പ്രഭുജി, നാളെ 2ാം മന്ത്രം ഇടണോ? നാളെ ഇട്ടോ. ഒന്ന് കഴിഞ്ഞു. ഇതിലെ ക്വസ്റ്റ്യൻ ഇട്ടില്ലല്ലോ, 1ാം മന്ത്രത്തിലെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ലല്ലോ. 1-ൽ 2-ൽ ഇട്ടിരിക്കും കേട്ടോ മാതാജി. ഓക്കെ. ഹരേഷ്ണ. ശരി, അപ്പൊ നാളെ നോക്കി വന്നിരിക്കും കേട്ടോ ഹരേഷ്ണ. ശരി. അപ്പൊ